Good afternoon. Good afternoon. Good afternoon, Miss. Good afternoon. Good afternoon, Miss. Good afternoon. PDF കാണാമോ? Yes. കാണാം. ഭക്ഷണം കഴിച്ച എല്ലാവരും Yeah, ഭക്ഷണം കഴിച്ചു. കഴിച്ചു. Good afternoon അല്ലോ. കഴിച്ചോ? നാളെയാണോ പെരുന്നാള്? നാളെയാണോ? ഓ, നാളെയാണോ പെരുന്നാള്? നാളെ പെരുന്നാള്. എല്ലാരോടും പറഞ്ഞിക്കേ. നാളെയാ? നാളെ. നാളെയാ. ക്ഷണിച്ചിക്ക്. നിങ്ങൾ വരുവാ? വരാം. നിങ്ങളിട്ടാ വരുന്നത്? വരാലോ. എവിടെയാ സ്ഥലം? എവിടെയാ? കോഴിക്കോടല്ലേ? കോഴിക്കോട് വടകര. വന്നേക്കാമേ. നിനക്ക് ഹോളിഡേ പറഞ്ഞിട്ടില്ലല്ലോ എങ്ങനെയാണെന്ന് ഇൻഫർമേഷൻ തന്നോ? ഇല്ല, പറഞ്ഞിട്ടില്ല. 4th മൊഡ്യൂൾ ഏകദേശം പകുതിയായി പോയില്ലേ? എന്താണ്? 4th മൊഡ്യൂൾ പകുതിയായി പോയില്ലേ അടുത്ത്? എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ പറയുന്നേ. 4th മൊഡ്യൂൾ പകുതിയായി പോയില്ലേ? അടുത്ത് പകുതിയായി പോയില്ല? 4th മൊഡ്യൂൾ ഞാൻ തുടങ്ങിയിട്ടില്ലല്ലോ സ്വന്ത. അല്ല, നിങ്ങളല്ല, എല്ലാ ടീച്ചേഴ്സും അടുത്ത് പകുതിയായി പോയി. പകുതിയായോ? ബാക്കി എല്ലാവരുടെ കാൽഭാഗം കഴിഞ്ഞു. ആ ഭാഗം. ഓക്കെ, ഞാൻ തീർത്തോളാം, പേടിക്കണ്ട. എനിക്ക് നല്ല മാർക്ക് മേടിക്കണം. ടീച്ചർ പ്രാർത്ഥിക്കേ. ഞാൻ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ പഠിക്കണം അല്ലേ? പഠിക്കണം. പഠിക്കുന്നുണ്ട്. എന്താണ്? ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു. ഇന്നോ നാളെയും കൂടി ചിലപ്പോ ഞാൻ ക്ലാസ്സിലുണ്ടാവുള്ളൂ. എന്റെ നെറ്റ് തീരുവാ. ഞാൻ തീരുന്നില്ല, കാരണം ഇത് എടുത്തിട്ടും വലിയ കാര്യമൊന്നുമില്ല. മിക്കവാറും ക്ലാസ്സിന്റെ സമയത്ത് ഇവിടെ കറണ്ട് ഉണ്ടാവാറില്ല. നാളെ ഇനി ചിലപ്പോഴേ ഉണ്ടാവുള്ളൂ. ഇൻഫർമേഷൻ വരെ വിളിക്കാം കേട്ടോ ക്ലാസ്സിൽ. എങ്ങനെയാണെന്ന് അറിയില്ല. PDF എല്ലാവരും കാണാൻ പറ്റില്ലേ? PDF കാണാൻ പറ്റുന്നുണ്ട്. യെസ്. യൂണിറ്റ് 2 എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി, പർച്ചേസ് മാനേജറിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ വരെയല്ലേ പഠിച്ചത്.
Okay. Yes. Good afternoon to all. Module 3 last chapter ആണ് കേട്ടോ. മെറ്റീരിയൽസ് മാനേജ്മെന്റ്. ഓക്കെ, നമുക്ക് നോക്കാം നെക്സ്റ്റ് ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ. ക്ലർക്കിന്റെ അല്ലെങ്കിൽ പർച്ചേസിംഗ് ക്ലർക്കിന്റെ അല്ലെങ്കിൽ പർച്ചേസിംഗ് അസിസ്റ്റന്റിന്റെ ജോബ് എന്തൊക്കെയാണെന്നുള്ളതാണ് പഠിക്കുന്നത് കേട്ടോ. പർച്ചേസിംഗ് ക്ലർക്സ് അണ്ടർടേക്ക് ഡേ ടു ഡേ വർക്ക്. ഓക്കെ, ഒരു പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം പർച്ചേസ് മാനേജറിനെ കൂടുതൽ അസിസ്റ്റ് ചെയ്യുന്ന ജോലി അദ്ദേഹത്തിനാണ് വരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ബാക്കി ജോബ് ഡിസ്ക്രിപ്ഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Collect and merge purchase orders and purchase requisitions so as to order materials, goods and supplies. Collect and merge purchase orders. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരുന്ന എല്ലാ ഓർഡേഴ്സും കളക്ട് ചെയ്യും, അതെല്ലാം കൂടി മെർജ് ചെയ്യുന്നതിന്റെ ഡ്യൂട്ടീസ് ആർക്കാണ്? പർച്ചേസ് ക്ലർക്ക് അസിസ്റ്റന്റിനാണ് കേട്ടോ, അല്ലെങ്കിൽ പർച്ചേസിംഗ് ക്ലർക്കിനാണ്. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഓരോ ഓർഡേഴ്സ്, പർച്ചേസിംഗ് ഓർഡേഴ്സും റിക്വസിഷൻ വരുമ്പോൾ അതെല്ലാം കളക്ട് ചെയ്യുന്നതും എല്ലാ ഓർഡേഴ്സും എല്ലാ ഗുഡ്സ് ആൻഡ് സപ്ലൈസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഓർഡേഴ്സും കളക്ട് ചെയ്ത് മെർജ് ചെയ്യുന്നത് പർച്ചേസിംഗ് ക്ലർക്കിന്റെ ജോബാണ് കേട്ടോ. പിന്നെ ഡെലിവർ ദം ടു ദ സപ്ലയേഴ്സ്. ഈ ഓർഡർ സ്വീകരിച്ചതിന് ശേഷം എന്താണ് അദ്ദേഹം എല്ലാ സപ്ലൈസിനും ഈ ഓർഡേഴ്സുകൾ ഡെലിവർ ചെയ്യും. ഓരോ ഡിപ്പാർട്ട്മെന്റ് തന്നിരിക്കുന്ന ഓർഡറിന്റെ ആ ഡെലിവറീസ് എല്ലാം തന്നെ ആർക്കാണ് കൊടുക്കുന്നത്? എല്ലാ സപ്ലൈസിനും അത് ഡെലിവറി ചെയ്യും. റിഫ്രഷ് സ്റ്റോക്ക് ആൻഡ് ഓർഡേഴ്സ് ആസ് റിക്വയർഡ്. എല്ലാ സ്റ്റോക്സുകളും റിഫ്രഷ് ചെയ്യുന്നു, ആവശ്യാനുസരണം റിക്വയർ ചെയ്യുന്നു. Then communicate with the supplier on a daily basis. നമ്മളൊരു സപ്ലയർക്ക് കുറച്ച് മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട് ഓർഡർ കൊടുത്തു കഴിഞ്ഞാലും അതുമായി ബന്ധപ്പെട്ട് എന്താണ് സപ്ലയറുമായിട്ട് നമ്മൾ നിരന്തരം കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേണ്ടിരിക്കുകയാണ്. അതായത് ഓർഡർ എവിടെ എത്തി, എപ്പോഴാണ് എത്തിച്ചേരുക, അല്ലെങ്കിൽ ഏത് ടൈം എത്രത്തോളമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിരന്തരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പർച്ചേസിംഗ് ക്ലർക്ക് ആയിരിക്കും. Then scrutinize deliveries against the orders. Scrutinize deliveries against the order. എന്താ പറയുന്നത്? സ്ക്രൂട്ടനൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? സ്ക്രൂട്ടനൈസ് സൂക്ഷ്മമായി, ഒബ്സർവബിൾ എന്ന് പറയാം അല്ലെ. ഓക്കെ, എന്താണ് സ്ക്രൂട്ടനൈസ് ചെയ്യുന്നത്? എന്താണ് അവിടെ കൃത്യമായിട്ട് ചെയ്യുന്നത്? അതായത് നമ്മള് ഒരു സാധനം ഓർഡർ കൊടുത്തിട്ടുണ്ടെങ്കിൽ വരുന്ന സാധനങ്ങളെല്ലാം നമ്മൾ ഓർഡർ കൊടുത്ത സാധനങ്ങൾ തന്നെയാണോ എന്ന് നമ്മള് കൃത്യമായിട്ട് സൂക്ഷ്മമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട് അല്ലെ. അതായത് 10 ക്വാണ്ടിറ്റി ഓർഡർ ചെയ്തിട്ട് 12 ക്വാണ്ടിറ്റി വരുന്നതിന്റെ ആവശ്യകതയില്ല. അതേപോലെ തന്നെ ഡാമേജ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സുകളാണോ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞ പ്രൊഡക്ട്സുകളാണോ എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് അത് അനലൈസ് ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ എല്ലാം ഡ്യൂട്ടി നിർവഹിക്കുന്നത് പർച്ചേസിംഗ് ക്ലർക്കാണ്. അതായത് വരുന്ന ഓർഡറിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം അത് ഒബ്സർവ് ചെയ്യുന്നത്. ഓക്കെ, then trace the status of any order. Any order എന്നാണ് കേട്ടോ. Trace the status of any order. എന്താണ് ട്രേസ് ചെയ്യാന്ന് പറയുന്നത്? ഓർഡർ ട്രേസ് ചെയ്യാന്ന് പറയുന്നത് എന്താ? ട്രേസ് ചെയ്യാന്ന് പറയുന്നത് എന്താ? ഓർഡർ ട്രേസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? നമ്മള് ഇപ്പോ ഓൺലൈൻ ഓർഡേഴ്സ് ഒക്കെ നമുക്ക് ഓൺലൈനിൽ ഇത് ട്രാക്ക് ചെയ്യാൻ പറ്റും അല്ലെ. ഓർഡർ എവിടെ എത്തി, എപ്പോഴാണ് എത്തിച്ചേരുക എന്നുള്ളത് നമുക്ക് എന്താണ്? അതിപ്പോ ഗോഡൌണിൽ നിന്നാണ് പുറപ്പെട്ടിരിക്കുന്നത്, എവിടെയാണ് അതിന്റെ, ഏത് സമയത്താണ് എത്തിച്ചേരുന്നത് എന്നൊക്കെ നമുക്ക് എന്താണ് ഓൾറെഡി ഓൺലൈനിൽ വിവിധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എപ്പോഴാണ് ഓർഡേഴ്സ് നമുക്ക് എത്തുക എന്നുള്ളത് നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതൊക്കെ ട്രാക്ക് ചെയ്യുന്നതും ആരാണ്? അതായത് ഓരോ ഓർഡേഴ്സിന്റെ സ്റ്റാറ്റസ് നിരന്തരമായിട്ട് വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത് പർച്ചേസ് ക്ലർക്കിന്റെ ഡ്യൂട്ടിയാണ് കേട്ടോ. Then handle with non-supplied orders, under orders, over orders and damaged goods. ഇനി വരുന്ന നമ്മൾ ഓർഡർ ചെയ്ത് വന്നിരിക്കുന്ന എല്ലാ മെറ്റീരിയൽസും കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നതിന്റെ ഡ്യൂട്ടിയാണ്. അതിൽ പ്രത്യേകിച്ച് നോൺ സപ്ലൈഡ് ഓർഡേഴ്സ് എന്നായിരിക്കും. എന്താണ് നോൺ സപ്ലൈഡ് ഓർഡേഴ്സ് എന്ന് പറയുന്നത്? നോൺ സപ്ലൈഡ് ഓർഡേഴ്സ് നമ്മൾ സപ്ലൈ ചെയ്യാത്ത അല്ലെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്യാത്ത സാധനങ്ങൾ ചിലപ്പോൾ അതിന് കയറി വരാറുണ്ട് അല്ലെ. നമ്മൾ ഓർഡർ ചെയ്തതായിരിക്കില്ല ചിലപ്പോൾ വരുന്നത്, അല്ലാത്ത ഓർഡർ ചെയ്യാത്ത പ്രൊഡക്ട്സുകൾ തന്നെയാണ്. അണ്ടർ ഓർഡേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അണ്ടർ ഓർഡർ നമ്മൾ ഓർഡർ ചെയ്തതിനേക്കാളും കുറവായിരിക്കും മെറ്റീരിയൽ വരുന്നത് അല്ലെ. 10 ഓർഡർ ചെയ്താൽ 5 വന്നിട്ടുള്ളൂ. അങ്ങനെയുള്ളതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അണ്ടർ ഓർഡേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഓവർ ഓർഡേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്തായിരിക്കും? ഓവർ ഓർഡേഴ്സ് എന്തായിരിക്കും? പറയേ.
കൂടുതലാണ്. ഓർഡർ ചെയ്തതിനേക്കാളും മെറ്റീരിയൽസ് കൂടുതൽ വരുന്നതിനാണ് നമ്മൾ ഓവർ ഓർഡേഴ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഡാമേജ്ഡ് ആയിട്ടുള്ള ഗുഡ്സ് ആയിരിക്കും വന്നിട്ടുണ്ടാവുക അല്ലെ. ആ ഡാമേജ്ഡ് ആയിട്ട് വെച്ചാൽ എന്താണ്, നിങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ച മെറ്റീരിയൽസ് ആയിരിക്കാം വന്നിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്നതും അത് ഹാൻഡിൽ ചെയ്യുന്നതും ആരാണ്? പർച്ചേസ് ക്ലർക്കാണ് കേട്ടോ. യെസ്, ഹാൻഡിൽ വിത്ത് നോൺ സപ്ലൈഡ് ഓർഡേഴ്സ്, അണ്ടർ ഓർഡേഴ്സ്, ഓവർ ഓർഡേഴ്സ് ആൻഡ് ഡാമേജ് ഗുഡ്സ്. നമ്മൾ ഓർഡർ ചെയ്യാത്ത മെറ്റീരിയൽസ് ഉണ്ടാവാം, പറഞ്ഞതിൽ കുറവ് മെറ്റീരിയൽസ് വരാം, പറഞ്ഞതിൽ കൂടുതലും വരാം, ഡാമേജ്ഡ് ആയിട്ടുള്ളത് വരാം. ഇതെല്ലാം കൃത്യമായിട്ട് ചെക്ക് ചെയ്യേണ്ടത് ഇദ്ദേഹമാണ്. ഓക്കെ, then make sure that any invoices are sent to accounts for payment. Make sure that any invoices are sent to account for payment. Invoice എന്താണെന്നാണ് നമ്മൾ പഠിച്ചത്? ഇൻവോയ്സ് എന്താണെന്ന് പഠിച്ചേ? ഇൻവോയ്സ് എന്താ പറയാ? ബില്ലാണ് അല്ലെ. അപ്പൊ ഓരോ ഓർഡേഴ്സ് വരുന്ന സമയത്ത് സപ്ലൈസിൽ നിന്ന് നിർബന്ധമായിട്ട് ആ ബിൽസുകൾ കളക്ട് ചെയ്തിരിക്കണം. അതോടൊപ്പം തന്നെ അത് നമ്മുടെ അക്കൗണ്ട്സിലേക്ക് ആ പേയ്മെന്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുന്നതും പർച്ചേസ് ക്ലർക്കിന്റെ പ്രധാന ഡ്യൂട്ടിയാണ്. ഓക്കെ, ജനറേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ ഓൾ റിപ്പോർട്ട്സ്. ഒരു പർച്ചേസിംഗ് ഓർഡറുമായി ബന്ധപ്പെട്ട് മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ റിപ്പോർട്ട്സുകളും കൃത്യമായിട്ട് ജനറേറ്റ് ചെയ്യുന്നതും ക്രിയേറ്റ് ചെയ്യുന്നതും അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നതും പർച്ചേസിംഗ് ക്ലർക്കിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്റെ ശബ്ദം കേട്ടിട്ട് വേറെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ല, എന്റെ ഒറിജിനൽ ശബ്ദം തന്നെയാണ് നിങ്ങൾ കേൾക്കണേ. നല്ല ആൾക്കാരോടാണ് ചോദിക്കുന്നത്. കോൾഡ് അല്ല, നല്ല പനിയാണ്. ജലദോഷമല്ല, പനി, തൊണ്ടവേദനയൊക്കെയാണ്. ട്രിപ്പ് പോയാൽ കേൾക്കുന്നില്ല, അതിന്റെ ഭാഗമായിട്ട് ആഫ്റ്റർ എഫക്ട്സ് ആണ്. ഓക്കെ, ട്രിപ്പിനെ പറ്റി ഞാൻ ലാസ്റ്റ് 5 മിനിറ്റ് പറയാട്ടോ. നിങ്ങളോട് പറഞ്ഞിട്ടല്ലേ ടീച്ചർ പോയത്? പോണെന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ നിങ്ങളോട്? ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞു കേട്ടോ. വെയിറ്റ്. ഓക്കെ, ഒന്നുകൂടി നോക്കാം. ജോബ് ഡിസ്ക്രിപ്ഷൻ പർച്ചേസിംഗ് ക്ലർക്കാണ്. ഇതൊക്കെയാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എല്ലാ പർച്ചേസിംഗ് റിക്വസിഷൻസ് കൃത്യമായിട്ട് കളക്ട് ചെയ്യുകയും അതെല്ലാം ഒരുമിച്ച് മെർജ് ചെയ്യുകയും ചെയ്യുന്നത് ആരാണ്? ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. അതേപോലെ തന്നെ നമ്മൾ സ്വീകരിച്ച എല്ലാ ഓർഡേഴ്സും സപ്ലൈസിന് ഡെലിവർ ചെയ്യുന്നത് പർച്ചേസിംഗ് ക്ലർക്കാണ്. പിന്നെ വരുന്ന എല്ലാ സ്റ്റോക്കുകളും അല്ലെങ്കിൽ ഓർഡറുകൾ എന്താണ് ആവശ്യാനുസരണം റിഫ്രഷ് ചെയ്യുകയും റെക്കോർഡ് ചെയ്യുന്നതും ഡ്യൂട്ടീസ് ഇദ്ദേഹമാണ് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ നമ്മുടെ സപ്ലൈസുമായിട്ട് നമ്മൾ ഓർഡർ കൊടുത്തിരിക്കുന്ന സപ്ലൈസുമായിട്ട് ഡെയിലി ഇദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിന്റെ സ്റ്റാറ്റസുകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും വേണം. പിന്നെ വരുന്ന ഓർഡേഴ്സ് എല്ലാം തന്നെ എന്താണ്, നമ്മൾ ഓർഡർ ചെയ്തത് തന്നെയാണോ വന്നിരിക്കുന്നത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യേണ്ടത്. സൂക്ഷ്മമായിട്ട് നമ്മൾ വരുന്ന ഓർഡറുകളെല്ലാം തന്നെ ചെക്ക് ചെയ്തിരിക്കുന്നത്, ഡെലിവറി ചെയ്ത ഓർഡറുകളെല്ലാം തന്നെ ചെക്ക് ചെയ്യുന്നത് പർച്ചേസ് ക്ലർക്കാണ്. പിന്നെ എന്താണ്, നമ്മൾ മെറ്റീരിയൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് എത്തുന്നത് വരെ അതിന്റെ സ്റ്റാറ്റസുകൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുന്നത് ഇദ്ദേഹമായിരിക്കും. പ്രത്യേകമായിട്ട് വരുന്ന മെറ്റീരിയൽസുകളിൽ നമ്മൾ ഓർഡർ ചെയ്യാത്ത മെറ്റീരിയൽ ഉണ്ടാവാം, അല്ലെങ്കിൽ ഓർഡർ ചെയ്തതിൽ അളവ് മെഷർമെന്റ് കുറഞ്ഞത് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി കുറഞ്ഞത് ഉണ്ടാവാം, ഓവറായിട്ട് മെറ്റീരിയൽസ് വന്നിട്ടുണ്ടാവും. ഈ മൂന്ന് രീതിയിൽ തന്നെ കാറ്റഗറൈസ് ചെയ്ത് അദ്ദേഹം നോക്കേണ്ടതുണ്ട്. എന്തെങ്കിലും ഡാമേജ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് വന്നിട്ടുണ്ടോ എന്ന് കൂടി ചെക്ക് ചെയ്യുന്നതും പർച്ചേസിംഗ് ക്ലർക്കാണ്. പിന്നെ എല്ലാ ഇൻവോയ്സ് ബേസുകളും കൃത്യമായിട്ട് അക്കൗണ്ട്സിലേക്ക് പേയ്മെന്റ് ചെയ്തിട്ട് അക്കൗണ്ട്സിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് എൻഷുർ ചെയ്യുന്ന അദ്ദേഹമാണ്. അതേപോലെ തന്നെ എല്ലാ ഓർഡറുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ റിപ്പോർട്ട്സും ജനറേറ്റ് ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും പർച്ചേസിംഗ് ക്ലർക്കിന്റെ അല്ലെങ്കിൽ പർച്ചേസിംഗ് അസിസ്റ്റന്റിന്റെ പ്രധാന ജോബുകളാണ്. ഓക്കെ, മനസ്സിലായോ? എളുപ്പമല്ലേ? നെക്സ്റ്റ് വൺ, സ്റ്റോക്ക് കൺട്രോൾ. സ്റ്റോക്ക് കൺട്രോൾ അല്ലെങ്കിൽ ഇൻവെന്ററി കൺട്രോൾ. നിങ്ങൾ അവിടെ നോക്കണ്ട, അല്ലാന്ന് പറഞ്ഞാൽ മതി. എന്താണ് സ്റ്റോക്ക് കൺട്രോൾ അല്ലെങ്കിൽ ഇൻവെന്ററി കൺട്രോൾ ചെയ്യാന്ന് പറയുന്നത്? എന്താണ് പറയൂ. നിങ്ങൾ വീട്ടിലേക്ക് എത്ര ദിവസത്തേക്കാണ് സാധനങ്ങൾ വാങ്ങിക്കാറ്? സാധനങ്ങൾ തീർന്നു കഴിഞ്ഞാൽ എത്ര ദിവസത്തേക്കാണ് നമ്മൾ നോട്ട് ടു ഹാവ് ടു മച്ച്. ഓക്കെ,
അതല്ല, നിങ്ങളുടെ വീട്ടില് നിങ്ങൾ എത്ര ദിവസം സമയം അല്ലെ സാധനങ്ങൾ വരുമ്പോ ഒരുപാടാണോ വാങ്ങിച്ചു വെക്കണത്, അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് നീട്ടി വാങ്ങിക്കാറില്ലേ ചില സാധനങ്ങളൊക്കെ? വാങ്ങിക്കാറില്ല. എന്നിട്ട് ആവശ്യത്തിന് മാത്രമല്ല അതിൽ നിന്ന് ഉപയോഗിക്കാറുള്ളൂ വീട്ടില്, ആണോ? യെസ്. ഓക്കെ. അപ്പൊ നിങ്ങൾ അവിടെ എന്താ ചെയ്യുന്ന? ഒരു മാസത്തിനുള്ള സാധനമൊക്കെ എന്താണ്, ഒരു മാസത്തിനുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നിങ്ങൾ അത് എന്ത് ചെയ്യും? ആവശ്യാനുസരണം മാത്രമാണ് അതിൽ നിന്ന് എടുക്കുന്നത് അല്ലെ? നിങ്ങൾ അവിടെ ഒരു ഇൻവെന്ററി സൂക്ഷിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു സ്റ്റോക്ക് ഉണ്ട് അവിടെ. കാരണം നിങ്ങൾക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് നിങ്ങൾ അവിടുന്ന് ഓൾറെഡി നിങ്ങളുടെ സ്റ്റോർ റൂമിൽ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അല്ലെ? അതിനനുസരിച്ച് ആവശ്യാനുസരണം മാത്രം. ഒരുപാടായിട്ടാണ് എടുക്കുന്നത്, കുറച്ചാണോ എടുക്കുന്നത്? ഒരുപാടാണോ കുറച്ചാണോ? ആവശ്യത്തിന് മാത്രം അല്ലെ? ആവശ്യത്തിന് മാത്രമായിരിക്കും നമ്മളത്. നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഇൻവെന്ററി കൺട്രോളും സ്റ്റോക്ക് കൺട്രോളൊക്കെ നമുക്ക് ഉണ്ടായ ഒരു സമയം എന്ന് പറയുന്നത് കൊറോണ ടൈമിലാണ് അല്ലെ? കൊറോണ ഔട്ട്ബ്രേക്ക് വന്ന ടൈമിലാണ് കൺട്രോൾഡ് ആയിരുന്നു എല്ലാ സാധനങ്ങളും. നമുക്ക് എന്തുകൊണ്ടാണത് നമുക്കത് നിയന്ത്രിതമായിട്ട് കിട്ടുള്ളൂ എന്ന് മനസ്സിലായപ്പോൾ നമ്മളത് എല്ലാവരും കൺട്രോൾ ചെയ്തിട്ടാണ് വാങ്ങിച്ചു തുടങ്ങിയത് അല്ലെ? ഒരു എക്സാമ്പിൾ പറയുന്നുള്ളൂ കേട്ടോ. നമുക്ക് നോക്കാം. സ്റ്റോക്ക് കൺട്രോൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ മെറ്റീരിയൽസ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട സ്റ്റോക്ക് കൺട്രോൾസ് എന്താണെന്നാണ് പഠിക്കുന്നത് കേട്ടോ. What, when, how much to order, how much to store to make the purchasing and storage expense at a minimum is called inventory control. It's a device of management which is used to sustain an economic investment in materials and products for the objective of obtaining a maximum financial return. എന്താണ് സ്റ്റോക്ക് കൺട്രോൾ അല്ലെങ്കിൽ ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്? നമ്മളിവിടെ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്? സ്റ്റോക്ക് കൺട്രോൾ ചെയ്താൽ മാത്രമേ നമുക്ക് ആവശ്യത്തിന് സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലെ? നമ്മള് ഒരുപാട് ഉപയോഗിച്ച് തീർത്തു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ആവശ്യത്തിന് അത് ഒട്ടും തന്നെ ഉപകരിക്കപ്പെടുന്നതല്ല. ഇവിടെ എങ്ങനെ ഉപയോഗിക്കണം അല്ലെ? ഇവിടെ എന്താണ് ഇൻവെന്ററി കൺട്രോൾ എന്നാണ് പറയുന്നത്, അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. വാട്ട്, വെൻ, how much to order, how much to store to make the purchasing and the storage expense at a minimum is called inventory control. എന്താ പറയുന്നത്? ഏത് സാധനങ്ങൾ എപ്പോൾ എത്രത്തോളം അല്ലെ, എത്രത്തോളം ഓർഡർ ചെയ്യണം, എത്രത്തോളം സ്റ്റോക്ക് ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നിയന്ത്രണത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത് അല്ലെ? ഒരു ഹോസ്പിറ്റലിലേക്ക് എത്രത്തോളം മെറ്റീരിയൽസ് ആവശ്യം, എപ്പോ വേണം, എത്രത്തോളം വേണം, എങ്ങനെയൊക്കെ സ്റ്റോർ ചെയ്യണം എന്നതിനുള്ളൊരു പ്രോസസ് ആണ് എന്ത്? ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ ഇൻവെന്ററി കൺട്രോൾ ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണത്, അതിന്റെ ഉപയോഗം എങ്ങനെയാണ്, അതിന് അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് എന്താണ് ഇൻവെന്ററീസ് ഇങ്ങനെ കൺട്രോൾ ചെയ്യുമ്പോൾ? ഇതാണ് പ്രധാനമായിട്ട് അതിന്റെ ഉദ്ദേശം എന്താണ്? ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത് പരമാവധി നമുക്കൊരു നല്ലൊരു ഫിനാൻഷ്യൽ റിട്ടേൺ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്കിങ്ങനെ നിയന്ത്രിച്ച് സാധനങ്ങൾ ഉപയോഗിക്കുന്നത് അല്ലെ? ശരിയാണോ? പരമാവധി നമുക്ക് എന്താണ് ഫിനാൻഷ്യൽ റിട്ടേൺ, മാക്സിമം ഫിനാൻഷ്യൽ റിട്ടേൺ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാധനങ്ങൾ അങ്ങനെ നിയന്ത്രിതമായിട്ടുള്ള രീതിയിൽ അത് ഉപയോഗിക്കുന്നത് കേട്ടോ. Okay, that is inventory control. Okay. ഇപ്പൊ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിലൊക്കെ പല പല സാധനങ്ങൾ വേണ്ടി അല്ലെ? അപ്പൊ അത് കൃത്യമായൊരു മെഷർമെന്റ്സിൽ നമ്മൾ സ്റ്റോക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഒരു പരിധി വരെ അതിനെ നിയന്ത്രിച്ച് തന്നെ എന്താണ് ഉപയോഗിക്കാനൊക്കെ സാധിക്കും. ഓക്കെ. അപ്പൊ ഹോസ്പിറ്റലിൽ വലിയൊരു ബേർഡനിലേക്ക് പോവാതെ തന്നെ എന്താണ് ആവശ്യത്തിന് മാത്രം പണം ചെലവഴിച്ചുകൊണ്ട് എന്താണ് ഇത്തരം മെറ്റീരിയൽസുകൾ നമുക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട് ഇൻവെന്ററി കൺട്രോൾ സഹായിക്കും. ഓക്കെ. നമുക്ക് നോക്കാം ഇൻവെന്ററി കൺട്രോൾസിന്റെ ഗോൾസ് എന്താണ്, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ മെറ്റീരിയൽസ് ഇതുപോലെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നതിന്റെ പ്രധാനപ്പെട്ട ഗോളുകൾ എന്തൊക്കെയാണെന്ന് പറയുന്നത്. ഓക്കെ. നോക്കാം. First one, provide supplies as available. എല്ലാവർക്കും സ്റ്റോക്ക് കൺട്രോൾ അല്ലെങ്കിൽ ഇൻവെന്ററി കൺട്രോൾ എന്താണെന്ന് മനസ്സിലായോ? യെസ്. നെക്സ്റ്റ് വൺ ഗോൾസ് നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നത് എന്താണ്? Provide supplies available when needed to maintain constant operation. To have a stock of goods when required through reduction of purchase. Retain capital investment at the minimum level possible. Establish control for the production and distribution of inventory. Provide supplies available and
available when needed to maintain constant operation. നമ്മൾ ഇൻവെന്ററി നിയന്ത്രിക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം ഓരോ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ്സിനും പല പല ആവശ്യകതകളുണ്ട് അല്ലെ. അതായത് അവരുടെ നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് അവർക്ക് പല മെറ്റീരിയൽസുകൾ ആവശ്യമായിട്ട് വന്നേക്കാം. അപ്പൊ നമ്മള് അവർ തരുന്ന ഓർഡറിന് ആവശ്യത്തിന് മാത്രമായിരിക്കണം ഓരോ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് നമ്മളത് സപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റിന് എത്രത്തോളം ആണ് ആവശ്യമുള്ളത് അത് മാത്രം, അതിൽ കൂടുതൽ, അതായത് 10 എണ്ണം കൊടുക്കുന്നിടത്ത് 15 എണ്ണം കൊടുക്കേണ്ട കാര്യമില്ല അല്ലെ. 10 മെറ്റീരിയൽ അവർ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ മെറ്റീരിയൽസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ എന്താണ് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ എന്താ ചെയ്യേണ്ടത്, ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യകത അനുസരിച്ചിട്ട് മാത്രമായിരിക്കണം, അവർക്ക് ആവശ്യത്തിന് മാത്രമായിരിക്കണം സപ്ലൈസ് നമ്മൾ കൊടുക്കണം. ഓക്കെ, ക്ലിയർ, മനസ്സിലായോ? യെസ്. അപ്പൊ നമ്മൾ അങ്ങനെ നിയന്ത്രിക്കുക, ഓരോ മെറ്റീരിയൽസ് നിയന്ത്രിക്കുക, നമുക്ക് ആവശ്യത്തിന് മാത്രം അത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ടു ഹാവ് എ സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് വെൻ റിക്വയർഡ് ത്രൂ റിഡക്ഷൻ ഓർ പർച്ചേസ്. To have a stock of goods when required through reduction of purchase. നമ്മൾ അത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് ഇങ്ങനെ പിശുക്കി ചെലവാക്കുക, പിടിച്ചു ചെലവാക്കുക എന്ന് കേട്ടിട്ടുണ്ടോ? സാധനങ്ങൾ, പൈസ പിടിച്ചു ചെലവാക്കുക എന്ന് പറയത്തില്ലേ? എന്താ പിടിച്ചു ചെലവാക്കുക എന്ന് ഉദ്ദേശിക്കുന്നത്? അത് ശരിക്കും ഒരു കൺട്രോൾ ആണ് അല്ലെ. നിയന്ത്രിച്ച് പണം ചെലവാക്കുന്നതിനനുസരിച്ച് നമുക്ക് കൂടുതൽ എന്തുണ്ടാവും, നമുക്ക് തിരിച്ചത് നമ്മുടെ കയ്യിൽ അത്രത്തോളം സേവ് ചെയ്യാൻ പറ്റും അല്ലെ. യെസ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്തായിരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത്, നമ്മളുടെ മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട സ്റ്റോക്കുകൾ നമ്മൾ അത്യാവശ്യം പിശുക്കി ഉപയോഗിക്കുകയാണെങ്കിൽ, പിടിച്ചുപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ്, ആവശ്യാനുസരണം അതിനെ സ്റ്റോക്ക് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതായത് ഒരുപാട് സാധനങ്ങൾ ഒരേ സമയം കൊടുക്കാതെ എന്താണ്, ആവശ്യത്തിന് മാത്രം പിടിച്ചു മാത്രം കൊടുക്കുകയാണെങ്കിൽ നമുക്കത് അത്രത്തോളം സ്റ്റോക്ക് ചെയ്ത് വെക്കാനായിട്ടും ഹോസ്പിറ്റൽ പിന്നീട് നമുക്കത് ഉപയോഗിക്കാനായിട്ട് നാളെ നിൽക്കുന്ന രീതിയിൽ നമുക്കതിനെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടും എന്താണ് ഇൻവെന്ററി കൺട്രോൾസ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ അങ്ങനെ പിടിച്ച് ചെലവാക്കുന്ന ഒരു ഉദാഹരണത്തിന് എന്താ പറയാ, നമ്മൾ അരി വാങ്ങിക്കുമ്പോ, നിങ്ങൾ അരി വാങ്ങിക്കുന്നവരല്ല എല്ലാവരും, അരി വാങ്ങിക്കാറുണ്ടോ? യെസ്. എത്ര കിലോ അരി വാങ്ങിക്കാറുണ്ട്? എത്ര കിലോ അരിയൊക്കെ വാങ്ങിക്കും? ചാക്കായിട്ടാണോ അല്ലെങ്കിൽ 5 കിലോ ആയിട്ടാണോ കാര്യമായിട്ട് വെച്ചിട്ട് സീജ ചിരിക്കുന്നു? സീജ ചോറ് തിന്നാറുണ്ടോ? സീജ ചോറ് കഴിക്കാത്ത ആളാണോ? കഴിക്കില്ല, ഡയറ്റാണോ? കഴിക്കും. ചിലര് ചാക്ക് വാങ്ങിക്കാറുണ്ട്, അത് വലിയ ചാക്കിൽ വാങ്ങിക്കാറുണ്ട്, അല്ലാതെ നമ്മൾ 5 കിലോ 6 കിലോ എന്നൊക്കെ പറഞ്ഞാൽ വാങ്ങിക്കാറുണ്ട് അല്ലെ. നമ്മൾ എന്തിനാ അങ്ങനെ വാങ്ങിക്കണേ? അങ്ങനെ വാങ്ങിച്ചിട്ട് നമ്മളത് കുറച്ച് ദിവസം കൊണ്ട് തന്നെ പെട്ടെന്ന് തീർക്കാറുണ്ടോ? 2 കേജി വാങ്ങും. ഞാൻ 1/2 കിലോ വാങ്ങിക്കാറുണ്ടോ? 1 കിലോ വാങ്ങിക്കാറുണ്ട്. ആവശ്യത്തിന് മാത്രം എടുക്കുകയാണ് അല്ലെ. അതാണ് നമ്മൾ പിടിച്ചു ചെലവാക്കുന്ന എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും അരി പോലെ തന്നെയാണ് നമ്മുടെ വെളിച്ചെണ്ണ അല്ലെ, ഓയിലൊക്കെ നമ്മൾ ഭയങ്കര പിടിച്ചു ചെലവാക്കുന്ന മെറ്റീരിയൽസിന്റെ കൂട്ടത്തിൽ വരുന്ന സാധനങ്ങളാണ്. അതേപോലെ തന്നെ ഹോസ്പിറ്റലിൽ ചില മെറ്റീരിയൽസ് നമ്മൾ അങ്ങനെ, അതായത് നമുക്ക് ഓർഡർ ചെയ്ത ഒരുപാട് ബുദ്ധിമുട്ടുകൾ ശേഷമാണ് എത്തിച്ചേരുന്ന മെറ്റീരിയൽസിനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ നമ്മൾ പിശുക്കി തന്നെയായിരിക്കും പിടിച്ചായിരിക്കും ചെലവാക്കുന്നത്. അപ്പൊ ഒരു ഇൻവെന്ററി കൺട്രോൾ നമുക്ക് ഉണ്ടെങ്കിൽ ഇത്രത്തോളം സ്റ്റോക്ക് ഓൾറെഡി അതിൽ ഉണ്ടായിരിക്കും എന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് ആ സ്റ്റോക്കുകൾ നിയന്ത്രിക്കാനായിട്ട് ഇൻവെന്ററി കൺട്രോൾ സഹായിക്കുന്നുണ്ട് കേട്ടോ. ദെൻ മൂന്നാമത്തെ പോയിന്റ് എന്താണ്, റിട്ടൈൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അറ്റ് ദ മിനിമം ലെവൽ പോസിബിൾ. റിട്ടൈൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അറ്റ് ദ മിനിമം ലെവൽ പോസിബിൾ. എന്താണ് ആ പോയിന്റിൽ ഉദ്ദേശിക്കുന്നത്? പറയൂ. റീറ്റെയിൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? എന്ത് നിക്ഷേപം എന്നാണ് നമ്മളത് ഉദ്ദേശിക്കുന്നത്? ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്, റീറ്റെയിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മൂലധന നിക്ഷേപം എന്ന് പറയും. മൂലധന നിക്ഷേപം അഥവാ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്, റീറ്റെയിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ നമ്മൾ ഇൻവെന്ററീസ് നിയന്ത്രിക്കുന്നതിനനുസരിച്ച് നമുക്ക് എന്താണ്, അധികം ഒരുപാട് പണം അവിടെ, അല്ലാതെ ഇത്ര സാധനങ്ങൾ ഇത്ര വില കൊടുത്ത് വാങ്ങിച്ചതിന് ശേഷം നമ്മൾ അതിനെ കൺട്രോൾഡ് ആയിട്ടുള്ള മാനറിൽ മാത്രമാണ് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്നത്. അതിനാൽ തന്നെ എന്താണ് നമുക്ക് ഒരുപാട് എന്താണ് ഒരു മിനിമം ലെവലിൽ തന്നെ പോകാനായിട്ട് സാധിക്കും. അതായത് എപ്പോഴും ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാതെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കറിയാം ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യമാണ് അത് വാങ്ങിക്കുന്നത്. അതിൽ ഏറ്റവും വില കൊടുത്ത് വാങ്ങിച്ചിട്ട് എന്താണ്
അത് അതിൻ്റെതായ രീതിയിൽ നമുക്ക് അതിനെ സ്റ്റോക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാനായിട്ട് നമ്മള് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒരുപാട് ബുദ്ധിമുട്ടിലേക്ക് ആ ഒരു ഹോസ്പിറ്റലിനെ അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ടുപോകാനായിട്ട് അത്തരം സിറ്റുവേഷൻസ് ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പൊ ഒരു മിനിമം ലെവലിലായിട്ട് ഈ ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നിലനിർത്താനായിട്ടും ഇൻവെന്ററി കൺട്രോൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, then establish control for the production and distribution of inventory. Establish controls for the production and the distribution of inventory. ഇനി ഈ ഇൻവെന്ററി കൺട്രോൾ നമ്മൾ ഒരു പ്രൊഡക്ഷൻ ചെയ്യുമ്പോഴും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോഴും നമുക്ക് എന്താണ് ഈ പറയുന്ന രീതികൾ സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണ്. അതായത് ഇൻവെന്ററി കൺട്രോൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ഓരോ സാധനങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അത് ആവശ്യത്തിനനുസരിച്ച് മാത്രം നമുക്ക് വിതരണം ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാൻ പറ്റും സ്റ്റോക്കിൽ ഇത്ര മെറ്റീരിയൽസ് മാത്രമാണുള്ളത്. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യും, ഇനി അതായത് ഇത്രത്തോളം ഒരു 10 കൂടി ഉള്ളത് നമുക്ക് അറിയാൻ പറ്റും. ആകെ ഒരു 25 ഉണ്ടെങ്കിൽ ഇനി 10 കൂടി ഉണ്ടാകും എന്ന് നമുക്കത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് ഇൻവെന്ററി കൺട്രോൾ ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇൻവെന്ററീസിന്റെ ആ ഒരു ചെക്ക് ലിസ്റ്റ് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഇത്തരം സാധനങ്ങളാണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ സ്റ്റോക്കിലുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇൻവെന്ററി കൺട്രോൾസ് ശരിക്കും പറഞ്ഞാൽ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനെയും അവർ നിരന്തരമായിട്ട് നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് എന്ത് ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയും. അപ്പൊ അതിന് 4 ഗോൾസുകളാണ് നമ്മൾ പറയുന്നത്. ഒരു ഹോസ്പിറ്റൽ ഒരു മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട് ഈ നിയന്ത്രിത സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ഇൻവെന്ററി കൺട്രോൾ സ്ഥാപിക്കുന്നത് മൂലം പ്രധാനമായിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്, ചിലവ് കുറയ്ക്കുക എന്നൊരു കാര്യമാണ് അവിടെ ചെയ്യുന്നത് അല്ലെ. പ്രധാന ഉദ്ദേശം തന്നെയാണ് ആവശ്യത്തിനുള്ള സാധനങ്ങൾ ആവശ്യമുള്ള ഡിപ്പാർട്ട്മെന്റ്സിന് ആവശ്യാനുസരണം മാത്രം കൊടുത്തുകൊണ്ട് എന്താണ് ഹോസ്പിറ്റലിന് ഏറ്റവും നല്ലൊരു ഫിനാൻഷ്യൽ റിട്ടേൺ ഉണ്ടാക്കാനാണ് നിരന്തരമായിട്ടും ഇൻവെന്ററി കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഇനി ഇപ്പൊ നമ്മള് ഒരു ഇൻവെന്ററി ഉള്ളതുകൊണ്ടാണ് ഹോസ്പിറ്റൽ ഇങ്ങനെ ഓർഡറിലൊക്കെ പോകുന്നതെന്ന് പറയും. ഇനി ഇത് ഇൻവെന്ററി കൺട്രോൾ ഒരു ഹോസ്പിറ്റൽ ഇല്ലെങ്കിലോ എന്തായിരിക്കും അവസ്ഥ? ഹോസ്പിറ്റലിൽ ഒരു ഇൻവെന്ററി ഇല്ല, ഒരു സ്റ്റോക്ക് സ്റ്റോറേജ് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങൾ ഇല്ല എങ്കിൽ എങ്ങനെയായിരിക്കും ഹോസ്പിറ്റലിലെ സിറ്റുവേഷൻ? വലിയൊരു ലയബിലിറ്റി ഹോസ്പിറ്റലിൽ ഉണ്ടാവുമോ? ഉണ്ടാകും അല്ലെ. എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ സാധനങ്ങളാണ് വാങ്ങിച്ചതെന്ന് പറഞ്ഞ് നമുക്കൊരു ഒരു രേഖ പോലും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു നമുക്ക് അന്വേഷിക്കാനായിട്ട് യാതൊരു വിധത്തിലുള്ള ഒരു സംവിധാനങ്ങളും ഉണ്ടാവില്ല അല്ലെ. ഏതൊക്കെ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ എന്തെല്ലാം സാധനങ്ങൾ കൊടുത്തു എന്നതിനെ പറ്റി യാതൊരു വിധത്തിലുള്ള രേഖകൾ ഉണ്ടാവില്ല. ആരൊക്കെയാണ് എത്രത്തോളമാണ് ഓരോ മെറ്റീരിയൽസ് കൊണ്ടുപോയെന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല അല്ലെ. അപ്പൊ ഇതെല്ലാം അറിയുന്നതിന് വേണ്ടിയിട്ടൂടെ അല്ലെ, ഇതെല്ലാം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹോസ്പിറ്റൽ എന്ത് തയ്യാറാക്കുന്നത്, ഒരു ഇൻവെന്ററി കൺട്രോൾ അല്ലെങ്കിൽ സ്റ്റോക്ക് കൺട്രോൾ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അതിനാൽ തന്നെ എന്താണ് ഹോസ്പിറ്റൽ വലിയൊരു ലയബിലിറ്റിയിലേക്ക് പോവാതെ തന്നെ എന്താണ് മാക്സിമം ഫിനാൻഷ്യൽ റിട്ടേൺ ഉണ്ടാക്കാനായിട്ട് സ്റ്റോക്ക് കൺട്രോൾ അല്ലെങ്കിൽ ഇൻവെന്ററി കൺട്രോൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? If there is no inventory control, there will be no liability. Overstocking or understocking materials, loss of materials and etc. It release of lot of working capital. Okay, നമ്മൾ ഇൻവെന്ററി കൺട്രോൾ ഇല്ലെങ്കിലുള്ള കുറച്ച് കാര്യമാണ് അവിടെ പറയുന്നത്. ഒന്ന് എന്താണ്, ഹോസ്പിറ്റലിന് ലയബിലിറ്റി ഉണ്ടാവും, ഓവർ സ്റ്റോക്കിംഗ് വരും അല്ലെ. എത്ര എണ്ണമാണ് നമ്മൾ വാങ്ങിച്ചു വെച്ചാൽ നമുക്കൊരു കണക്കുണ്ടാവില്ല. അണ്ടർ സ്റ്റോക്കിംഗ് വരും, അതായത് അണ്ടർ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓവർ സ്റ്റോക്കും അണ്ടർ സ്റ്റോക്കും എന്താണ്? ഓവർ സ്റ്റോക്കിംഗ് എന്ന് വെച്ചാൽ ആവശ്യത്തിൽ കൂടുതൽ സാധനങ്ങളായിരിക്കും നമ്മൾ വെക്കും. അണ്ടർ സ്റ്റോക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അണ്ടർ സ്റ്റോക്കിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് സ്റ്റോക്ക് കുറവായിരിക്കും, മോർലെസ് ആണ് അല്ലെ. യെസ്. പിന്നെ ലോസ് ഓഫ് മെറ്റീരിയൽസ്, ചില മെറ്റീരിയൽസ് ചിലപ്പോൾ മോഷണം പോയേക്കാം അല്ലെ. ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ പോലും അല്ലെങ്കിൽ ഒരു തട്ടിപ്പോ വെട്ടിപ്പോ ഒക്കെ ഉണ്ടായാൽ പോലും നമുക്കത് അറിയാൻ സാധിക്കില്ല. ഓക്കെ, മാത്രമല്ല ഒരു അത്രയും വലിയൊരു വർക്കിംഗ് ക്യാപിറ്റൽ ഇത്രയും എമൗണ്ടുകൾ പോയാൽ പോലും നമുക്ക് അറിയാൻ സാധിക്കും. അപ്പൊ അത് എന്തില്ലെങ്കിലാണ് ഇൻവെന്ററി കൺട്രോൾ ഇല്ലെങ്കിൽ മാത്രമാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അല്ലെ. ഹോസ്പിറ്റലിന്റെ ലയബിലിറ്റി ഉണ്ടാവും, ഓവർ സ്റ്റോക്കിംഗ് വരും, അൺ സ്റ്റോക്കിംഗ് വരും, മുതലായിട്ടുള്ള ഒരുപാട് സംഭവ വികാസങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഹോസ്പിറ്റലിൽ പ്രത്യേകിച്ച് മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട് ഒരു നിയന്ത്രിതമായിട്ട് ഒരു ഇൻവെന്ററി കൺട്രോൾ തയ്യാറാക്കും. ഓക്കെ, യെസ്. ഇനി ഇവിടെ ഒരു വേറൊരു പോയിന്റ് പറയുന്നുണ്ട്, റിസർവ് സ്റ്റോക്ക് അഥവാ ബഫർ സ്റ്റോക്ക്. കേട്ടിട്ടുണ്ടോ നിങ്ങളത്? റിസർവ് സ്റ്റോക്ക് ആൻഡ് ബഫർ സ്റ്റോക്ക് എന്ന്
റിസർവ് സ്റ്റോക്ക് ആൻഡ് ബഫർ സ്റ്റോക്ക്. റിസർവ് സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്താണ്? കേട്ടിട്ടുണ്ടോ? മലയാളത്തിൽ അതിന് എന്താ പറയാ, കരുതൽ സ്റ്റോക്ക്. കരുതാന്ന് പറയുന്നത് കരുതൽ സ്റ്റോക്ക് പറയും. നമ്മുടെ വീട്ടില് അത്യാവശ്യം കരുതി വാങ്ങിച്ചു വെക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? എക്സ്ട്രാ സ്റ്റോക്ക് തന്നെയാണ് അല്ലെ. ഇപ്പൊ പറഞ്ഞ എന്തായിരിക്കും റിസർവ് സ്റ്റോക്ക് അഥവാ ബഫർ സ്റ്റോക്ക് എന്ന് പറയുന്നത്? നമ്മളിപ്പോ എക്സാമ്പിൾ പറയാം, സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇപ്പൊ ഒരു മാസത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളത് എന്ത് ചെയ്യും? കുറെ ബോക്സില്, ഡപ്പയില്, പാക്കറ്റ്സിലൊക്കെ ആക്കി സൂക്ഷിച്ച് നമ്മളത് വെക്കും അല്ലെ. സൂപ്പർ മാർക്കറ്റിൽ കുറച്ചധികം സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കാറുണ്ട്. അതായത് ഇപ്പൊ ചിലപ്പോ നമ്മളിപ്പോ ഒരു മഴക്കാലമൊക്കെ വരുന്നതിന് മുമ്പായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യാറുണ്ട് അല്ലെ. മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പായിട്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ സീസണൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇത് കരുതാണ് അല്ലെ. ഇനി നമുക്കിത് ആവശ്യമുണ്ട്, ഇത് എപ്പോഴും കടയിൽ പോയി വാങ്ങിക്കാൻ ചിലപ്പോൾ അവൈലബിലിറ്റി തന്നെ ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് കരുതി നമ്മൾ എന്ത് ചെയ്യും? അത് നേരത്തെ വാങ്ങിച്ച് നമ്മൾ അത് സ്റ്റോർ ചെയ്യും അല്ലെ. അതാണ് എന്താ റിസർവ് സ്റ്റോക്ക് അഥവാ ബഫർ സ്റ്റോക്ക് എന്ന് പറയുന്നത്. കരുതൽ സ്റ്റോക്കുകൾ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. യെസ്. ഇപ്പൊ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങനെ ഈ ഇൻവെന്ററി വന്നതിന് ശേഷമാണ് ചില സ്റ്റോക്കുകൾ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും ഓർഡർ ചെയ്താൽ കിട്ടാത്ത മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? നേരത്തെ വാങ്ങി വെച്ച് ഓർഡർ ചെയ്ത് പെട്ടെന്ന് നമുക്കറിയാം ഒരു ഡിസാസ്റ്റർ പോലുള്ള സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിൽ ഒത്തിരി റിസോഴ്സസ് ആവശ്യമാണ് അല്ലെ. ഒത്തിരി സപ്ലൈസസ് ആവശ്യമാണ്. അപ്പൊ അതിനാൽ തന്നെ നമുക്ക് ആ ഒരു സമയത്തൊന്നും അത് പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത്തരം സിറ്റുവേഷൻ, അങ്ങനെ എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഹോസ്പിറ്റലിലേക്ക് നമ്മൾ എന്ത് വാങ്ങുന്നത്? റിസർവ് സ്റ്റോക്കുകൾ കരുതുന്നത്. ഓക്കെ. അതായത് കരുതൽ സ്റ്റോക്സുകൾ നേരത്തെ നമ്മൾ അഡീഷണൽ ആയിട്ട് വാങ്ങിക്കുന്നതിന്റെ കാര്യം എന്തുകൊണ്ടാണ്? ഇതുപോലുള്ള എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ വന്നാൽ അതിനെ നേരിടുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് നമുക്ക് റിസർവ് സ്റ്റോക്കുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ. ഇനി ചില മെറ്റീരിയൽ ഓർഡർ ചെയ്താൽ ചിലപ്പോൾ കുറെ ദിവസങ്ങൾ എടുത്ത് വരുന്നതായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു ദിവസമൊക്കെ വേണമെന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആവശ്യത്തിനുള്ള ഉപകരണങ്ങൾ, മെറ്റീരിയൽസ് നമ്മൾ നേരത്തെ വാങ്ങി സ്റ്റോക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിസർവ് സ്റ്റോക്കുകൾ എന്ന് പറയുന്നത്. ഓക്കെ. മനസ്സിലായോ? ഇനി നമ്മള് ചില സാധനങ്ങൾ തീരുന്നതിന് മുൻപായിട്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇത് തീരാറായിട്ടുണ്ട്. തീരാറായത് മനസ്സിലാവും നമ്മളത് എന്ത് ചെയ്യും? റീ ഓർഡർ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യും? തീരുന്നതിന് മുൻപായിട്ട് തന്നെ ചില സാധനങ്ങൾ നമുക്ക് വീട്ടിലാണെങ്കിൽ പെട്ടെന്ന് തീരാൻ പോകുന്ന സാധനം ഏതാണ്? നമ്മുടെ വീടുകളില് എക്സാമ്പിളോട് പറഞ്ഞത് കുറച്ചുകൂടി മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് തീർന്നു പോകുന്ന ഒരു സാധനം എന്താണ്? തീരാറാവുന്ന മനസ്സിലാവുന്ന ഒരു സാധനം എന്താണ് നമ്മൾ നോട്ട് ചെയ്യുന്നത്? അരി തീരുന്നതിന് മുൻപായിട്ട് നമ്മള് അല്ലെ ഇനി കുറച്ചും കൂടി ഉള്ളു ഇത് നേരത്തെ വാങ്ങിക്കണം എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടാവും. അതേപോലെ വെളിച്ചെണ്ണ, അങ്ങനെ പ്രാഥമികമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട് അല്ലെ. അതൊക്കെ നമ്മളത് എന്ത് ചെയ്യും? തീരുന്നതിന് മുമ്പ് തന്നെ നമ്മളത് ഒരു ചാക്കരി ഏകദേശം ഒരു വിധം തീരാറാവുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും? അടുത്ത ചാക്കിന് ഓർഡർ കൊടുക്കില്ലേ? കൊടുക്കൂല പിള്ളേരെ? യെസ്. ഇവിടെ പറയുന്ന എല്ലാം എപ്പോഴും സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റോക്ക് റീ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കണം അല്ലെ. എന്നാൽ മാത്രമേ നമുക്ക് ഇതിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ച് ഇൻവെന്ററി നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. ഓക്കെ. മനസ്സിലായോ? ഓക്കെ. ഇവിടെ ഈ ഒരു ഭാഗത്ത് എന്താണ് ഇൻവെന്ററി കൺട്രോൾ എന്ന ഭാഗം മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഈ ഒരു പോയിന്റിലെ ഫസ്റ്റ് പറഞ്ഞത് മാത്രം പഠിക്കുക. ഓക്കെ. ഇനി നമ്മൾ നോക്കുന്നത് കൈൻഡ്സ് ഓഫ് ഓർഡർ ദാറ്റ് ഈസ് പ്ലേസ്ഡ്. നമ്മുടെ ഒരു ഹോസ്പിറ്റലിലേക്ക് മെറ്റീരിയൽസ് ഏതൊക്കെ രീതിയിലാണ് ഓർഡർ ചെയ്യുന്നതെന്നാണ്. ഓക്കെ. പ്രധാനമായിട്ടും നമ്മൾ ഹോസ്പിറ്റലിൽ വെച്ച് ഒരു 3 ടൈപ്സിലാണ് നമ്മൾ ഓർഡേഴ്സുകൾ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ. ഓർഡറുകൾ പറയുന്നത്, അതായത് ഓർഡറിംഗ് സിസ്റ്റം, എങ്ങനെയാണ് ഓർഡറിംഗ് സിസ്റ്റം എന്നാണ് പറയുന്നത് കേട്ടോ. കൈൻഡ് ഓഫ് ഓർഡർ ദാറ്റ് ഈസ് പ്ലേസ്ഡ്. അതായത് 3 രീതിയിൽ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. ഒരു മെറ്റീരിയലുമായി ബന്ധപ്പെട്ട് 3 രീതി. ഏതൊക്കെയാണ് 3 രീതി? ഒന്ന് സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം, ഫിക്സ്ഡ് ക്വാണ്ടിറ്റി സിസ്റ്റം, 2 bit സിസ്റ്റം. കേൾക്കാമോ? ഇതൊക്കെയാണ് സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം, ഫിക്സ്ഡ് ക്വാണ്ടിറ്റി സിസ്റ്റം ആൻഡ് 2 bit സിസ്റ്റം. ഓക്കെ.
ഓരോന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം. സിസ്റ്റം ഈസ് എ ഫിക്സ്ഡ് ഇന്റർവൽ ഓർഡർ ഓഫ് പീരിയോഡിക് റിവ്യൂ സിസ്റ്റം. എന്തായിരിക്കും സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം എന്ന് പറയുന്നത്? സൈക്ലിക്കൽ ഓർഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫിക്സഡ് ഇന്റർവെല്ലിൽ നമ്മൾ ഓർഡർ ചെയ്യുന്നത് പീരിയോഡിക് ഇടവേളകളിൽ, നിശ്ചിതമായ ഒരു ഇടവേളകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓർഡർ ചെയ്യുന്നത്. നമുക്കറിയാൻ പറ്റും എന്താണ്? എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു വീക്ക്, ഒരു മന്തിലൊക്കെ കൂടുമ്പോൾ നമുക്ക് എന്താണ്? ആ ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് അവർ ഓർഡർ തരും. ഓക്കെ, അതായത് അവർക്ക് അറിയാൻ പറ്റും ഒരു മാസം, ഒരു ആഴ്ചക്ക് മുമ്പായിട്ടൊക്കെ തന്നെ എന്ത് ചെയ്യും? അവര് ഇന്ന സാധനങ്ങൾ തീരാറായിട്ടുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് ഓർഡേഴ്സ് തരുന്നതാണ്. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കൃത്യമായിട്ടൊരു ഫിക്സഡ് പീരീഡിലായിരിക്കുള്ളൂ നമ്മൾ എന്ത് ചെയ്യുന്നത്. അതായത് ഒരാഴ്ച, ഒരു മാസം, അത്തരം പീരീഡിന്റെ ഇടവേളകളിലായിരിക്കുള്ളൂ നമ്മൾ ആ സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നത്. ഓക്കെ, അതാണ് സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം പറയുന്നത്. ഇനി ഫിക്സഡ് ക്വാണ്ടിറ്റി സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഫിക്സഡ് ക്വാണ്ടിറ്റി സിസ്റ്റം എന്ന് പറയുമ്പോൾ system is based on ordering fixed quantities at different intervals. മറ്റെന്താണ്? പീരിയോഡിക് ഇന്റർവെൽസിലായിരുന്നു അല്ലെങ്കിൽ ഫിക്സ്ഡ് ഇന്റർവെൽസിലായിരുന്നു. ഇതെങ്ങനെയാണ് ഫിക്സ്ഡ് ക്വാണ്ടിറ്റി സിസ്റ്റം എന്ന് പറയുന്നത്? ഫിക്സ്ഡ് ക്വാണ്ടിറ്റി സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താണ്? പല ഇടവേളകളിൽ ഒരു നിശ്ചിത ക്വാണ്ടിറ്റിയിലുള്ള സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓർഡർ ചെയ്യുന്നതിനാണ് ഫിക്സ്ഡ് ക്വാണ്ടിറ്റി സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. അതായത് പല ഇടവേളകളിൽ ഒരു ഫിക്സ്ഡ് ക്വാണ്ടിറ്റീസിലുള്ള ഓർഡേഴ്സ് ചെയ്തു വരുന്നതിനെയാണ് നമ്മൾ ഫിക്സ്ഡ് ക്വാണ്ടിറ്റി സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? നെക്സ്റ്റ് വൺ, ടു ബിൻ സിസ്റ്റം. ടു ബിൻ സിസ്റ്റം കേട്ടിട്ടുണ്ടോ? അത് ടു ബിൻ സിസ്റ്റം എന്തായിരിക്കും? എല്ലാ മെറ്റീരിയൽസും നമുക്ക് നമ്മൾ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് ഓർഡർ കൊടുക്കാനായിട്ട് പറ്റില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ? എന്തുകൊണ്ടാണ് പറ്റാത്തത്? ഇപ്പൊ നമുക്ക് ബോക്സിലൊക്കെ ഉള്ള മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിൽ, അല്ലെ, ബോക്സിലുള്ള മരുന്നുകളോ മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിൽ എന്താണ്? അതിന്റെ വോളിയം നമുക്ക് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ പറ്റില്ല, അല്ലെ? എത്രത്തോളം ഉണ്ടെന്ന്. അതായത് നമുക്കൊരു ഏകദേശം മാത്രമേ പറയാൻ പറ്റും. പിന്നെ ഹോസ്പിറ്റലിൽ വരുന്ന പൗഡേഴ്സ് അല്ലെങ്കിൽ ഇതുപോലുള്ള പൊടികൾ, ബോക്സസിൽ വരുന്ന സാധനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏകദേശം കണക്കേ പറയാൻ പറ്റുള്ളൂ, അല്ലെ? അതായത് ഒരു 1/4 ഭാഗം, 1/4 ഭാഗം ഒക്കെ ബാക്കിയുള്ളത് മാത്രം, ഏകദേശ കണക്ക് മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ഈ ട്യൂബിൻ സിസ്റ്റത്തിൽ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ 3 രീതിയിലാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നത്. ഇപ്പൊ ബോക്സിലോ ബോക്സിലോ അല്ലെങ്കിൽ എന്താ പറയാ, ഡപ്പ എന്നല്ലേ പറയുന്നത്? ഡപ്പ എന്നല്ലേ പറയുന്നത്? ബോക്സ് എന്ന് പറയുന്നത് ബോക്സ് അല്ലാതെ കുപ്പികളിലൊക്കെ വരുന്ന മെറ്റീരിയൽസ് ആണല്ലേ, കുപ്പികളിലൊക്കെ വരുന്ന പൗഡേഴ്സ് ഹോസ്പിറ്റലിലെ കണ്ടിട്ടില്ലേ? യെസ്, ഇത്തരം ഓർഡേഴ്സുകളൊക്കെയാണ് ട്യൂബിൻ സിസ്റ്റത്തിൽ വരുന്നത്. അതായത് ഇതിന്റെ അളവുകൾ നമുക്ക് ഏകദേശം അത് മുഴുവൻ തീർക്കാൻ, അത് എത്രത്തോളം അളവുണ്ടെന്ന് പറയാൻ പറ്റില്ല. അതായത് അതിന്റെ വോളിയം ഒരു 1/4 ഭാഗം ബാക്കിയുണ്ട് പറയാൻ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ അതനുസരിച്ച് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ഈ ഒരു സിസ്റ്റം ഉപയോഗിച്ചിട്ട് ഓർഡർ ചെയ്യൂ. ഓക്കെ, അപ്പൊ ഇതേപോലെ പൗഡേഴ്സും മെറ്റീരിയൽസും ആണ് ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്? ഏത് ഓർഡറിംഗ് കാറ്റഗറിയിലാണ് അത് ഉൾപ്പെടുന്നത്? ട്യൂബിൻ സിസ്റ്റം കാറ്റഗറിയിലാണ് അത് ഉൾപ്പെടുന്നത് കേട്ടോ. മനസ്സിലായോ പറഞ്ഞത്? യെസ്, ഒന്നുകൂടി നോക്കാം. 3 kinds of orders ഉണ്ട്. അതിലെ ഫസ്റ്റ് എന്താണ്? സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം ആണ്. സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ് പറയുന്നത്? സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താ? ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു ഫിക്സഡ് ഇന്റർവെൽസിൽ നമ്മൾ, അല്ലെങ്കിൽ ഒരു വീക്ക് കൂടുമ്പോൾ, ഒരു മാസം കൂടുമ്പോൾ ഒക്കെ നമ്മൾ അവരിൽ നിന്ന് ഓർഡർ സ്വീകരിച്ചിട്ട് വാങ്ങിക്കുന്നതാണ് സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം എന്ന് പറയുന്നത്. ദെൻ ഫിക്സഡ് ക്വാണ്ടിറ്റി സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്? സിസ്റ്റം ബേസ്ഡ് ഓൺ ഓർഡറിംഗ് ഫിക്സഡ് ക്വാണ്ടിറ്റീസ് ഓഫ് അറ്റ് ഡിഫറെന്റ് ഇന്റർവെൽസ്. ഇതെങ്ങനെയാണ് ഫിക്സഡ് ക്വാണ്ടിറ്റി സിസ്റ്റം എന്ന് പറയുമ്പോൾ? പല ഇടവേളകളിലായിട്ട് ഫിക്സഡ് ക്വാണ്ടിറ്റീസിലുള്ള ഐറ്റംസ് നമ്മൾ ഓർഡർ ചെയ്യുന്നതിനെയാണ് ഫിക്സഡ് ക്വാണ്ടിറ്റി സിസ്റ്റം എന്ന് പറയുന്നത്. ട്യൂബിൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്? ട്യൂബിൻ സിസ്റ്റത്തിന്റെ പ്രധാന ചില ഐറ്റംസ് നമുക്ക് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ഓർഡർ കൊടുക്കാനായിട്ട് സാധിക്കില്ല. പ്രത്യേകിച്ച് ബോക്സുകളിലുള്ള മെറ്റീരിയൽസിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു ഓർഡർ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം ഇതുപോലെ പൗഡേഴ്സിനൊക്കെ സംബന്ധിച്ചിടത്തോളം അതിൽ ഇത്രത്തോളം ബാക്കിയുണ്ടെന്ന് നമുക്ക്, അതായത് ഏകദേശം ഒരു 1/4 ഭാഗമൊക്കെ ബാക്കിയുണ്ടെന്നുള്ള രീതിയിൽ നമുക്ക് ഒരു ഏകദേശം കണക്ക് മാത്രം പറഞ്ഞുകൊണ്ട് ഓർഡർ കൊടുക്കാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആണ് ഇതിൽ വരുന്നത് ട്യൂബിൻ സിസ്റ്റം കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത് കേട്ടോ. ക്ലിയർ ആണോ?
യെസ്. ഇപ്പൊ ഈ മൂന്നാമത്തെ എക്സാമ്പിൾ ആണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. When the items cannot be measured on the basis of any pre-agreed value or terms, order will be placed on the basis of logical reasoning after inquiring the volume contained in containing boxes, example plaster of Paris and goods. നേരത്തെ പറഞ്ഞ ചില സാധനങ്ങളാണ് ബോക്സിൽ വരുന്ന മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, അതായത് പ്ലാസ്റ്റർ ഓഫ് പാരീസസ് ഒക്കെ എത്രത്തോളം ആണെന്നുള്ളത് നമുക്ക് ഏകദേശം കണക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് ഗൗസ് എന്ന് പറയുന്ന സാധനം, എന്താണ് ഗൗസ് നമ്മളെ ഡ്രസ് ചെയ്യുന്ന തുണിയില്ലേ, അതല്ലേ സീച്ച, കറക്റ്റ് അല്ലേ? ഗൗസ് എന്ന് പറയുന്നത് ഡ്രസ് ചെയ്യുന്ന തുണി. പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ കൂടെ നമ്മള് ഡ്രസ് ചെയ്യുന്ന ഒരു തുണി കണ്ടിട്ടില്ലേ, ഇങ്ങനെ ചെക്ക് കളറില്, ഇതന്നെയല്ലേ സാധനം? ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവർക്ക് അറിയില്ലേ? ഓക്കെ. അപ്പൊ അതിന്റെയൊക്കെ മെഷർമെന്റ്സ് ഒക്കെ നമുക്ക് എന്താണ് ഏകദേശം കണക്കുകൾ മാത്രം പറയാൻ പറ്റുന്നതാണ്. ഓക്കെ. അപ്പൊ അതെല്ലാം ഏതിലാണ് ഉൾപ്പെടുന്നത്? ഏത് ഓർഡറിംഗ് സിസ്റ്റത്തിൽ വരുന്നത്? ട്യൂബിംഗ് സിസ്റ്റത്തിലാണ് ഉൾപ്പെടുന്നത്. ഓക്കെ. ഈ സിസ്റ്റത്തിന്റെ പേര് ഓർത്ത് വെക്കണം, അതിൽ ഏതൊക്കെയാണ് വരുന്നതെന്ന് ഓർക്കുക കേട്ടോ. ക്ലിയർ? നെക്സ്റ്റ് വരുന്നത് ഡിഫറെന്റ് കൈൻഡ് ഓഫ് സ്റ്റോറേജ് ആണ് കേട്ടോ. ഡിഫറെന്റ് കൈൻഡ് ഓഫ് സ്റ്റോറേജ്, നമ്മൾ ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് ഏതൊക്കെ രീതിയിലാണ് സ്റ്റോറേജ് വെക്കുന്നതെന്നാണ്. ഓക്കെ. അപ്പൊ നമുക്കറിയാം ഹോസ്പിറ്റലിൽ പലതരത്തിലുള്ള സ്റ്റോറേജ് വരും. അത് ഏതെല്ലാം കാറ്റഗറി ആണെന്നാണ് നോക്കുന്നത് കേട്ടോ. നമുക്ക് ബൾക്ക് സ്റ്റോറേജ് സൂക്ഷിക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. ബൾക്ക് സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ എന്തെല്ലാം വരുന്നുണ്ട്? പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഐറ്റംസ്, അതായത് ഇതൊക്കെയാണ് വരുന്നത്. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഐറ്റംസ് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ഫയൽസുകള്, പേപ്പേഴ്സ്, ചാർട്ടുകള് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ബൾക്ക് സ്റ്റോറേജ് ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വാങ്ങുന്നത്. ഓക്കെ, മനസ്സിലായോ? ബൾക്ക് സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരുന്നത്? പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഐറ്റംസ് ആണ് അതിൽ ഉൾപ്പെടുന്നത്. പിന്നെ നമുക്ക് ഷെൽഫിൽ മാത്രം സ്റ്റോറേജ് വെക്കുന്ന സാധനങ്ങളുണ്ട്. ഷെൽഫ് സ്റ്റോറേജിൽ വെക്കാൻ പറ്റുന്ന മെറ്റീരിയൽസുള്ള ബിൻ സ്റ്റോറേജ്. ബിൻസില്, ബിൻ മീൻസ് എന്താണ്? പിന്നെ ബോക്സ്, കണ്ടെയ്നറിലേക്കൊക്കെ ആക്കി വെക്കുന്ന മെറ്റീരിയൽസ് ഒക്കെ ഇല്ലേ? ഓക്കെ, അതൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റോറേജിൽ വരുന്നതാണ്. പൗഡറുകള്, അതുപോലെ തന്നെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് മുതലായിട്ടുള്ള സാധനങ്ങളൊക്കെ എന്താണ്? ബിൻ സ്റ്റോറേജിൽ വരുന്നതാണ്. ദെൻ ടെക്നിക്കൽ എൻവയോൺമെന്റ് സ്റ്റോറേജ്, എക്സാമ്പിൾ ഫ്രിഡ്ജ്. ടെക്നിക്കൽ എൻവയോൺമെന്റ് സ്റ്റോറേജ് കാറ്റഗറിയിൽ വരുന്നതാണ് എന്താ? ഫ്രിഡ്ജ്, കമ്പ്യൂട്ടേഴ്സ് ഒക്കെ വരാം. കമ്പ്യൂട്ടേഴ്സ് എല്ലാം തന്നെ ടെക്നിക്കലി റിലേറ്റ് ചെയ്ത് വരുന്ന ഐറ്റംസിലാണ്. ഓക്കെ. പിന്നെ ഇവാപറേറ്റീവ് ലിക്വിഡ് സ്റ്റോറേജ്. ഇവാപറേറ്റീവ് ലിക്വിഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവാപറേറ്റീവ് ലിക്വിഡ് സ്റ്റോറേജ് ബാഷ്പീകരിച്ച് പോകുന്ന കുറച്ച് ലിക്വിഡ് ഐറ്റംസ് ഉണ്ട് അല്ലെ? അതായത് സ്പിരിറ്റ്, ആൽക്കഹോൾ മുതലായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ, അതിനെയൊക്കെ സെപ്പറേറ്റഡ് ആയിട്ടായിരിക്കും സ്റ്റോറേജ് വരുന്നത്. എല്ലാത്തിനും ഒരുമിച്ച് കൂടെ ആയിരിക്കില്ല. ഇതിനെല്ലാം തന്നെ എന്താണ്? സെപ്പറേറ്റ് രീതിയിലായിരിക്കും ഇതൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഇവാപറേറ്റീവ് ലിക്വിഡ് സ്റ്റോറേജ്. പിന്നെ ഡേഞ്ചറസ് മെറ്റീരിയൽ സ്റ്റോറേജ്, എക്സാമ്പിൾ മെർക്കുറി ആൻഡ് സിഡെക്സ്. ഡേഞ്ചറസ് മെറ്റീരിയൽസ് നമ്മൾ എല്ലാ മെറ്റീരിയൽസിന്റെ കൂടെയാണോ സ്റ്റോർ ചെയ്യുന്നത്? ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ എല്ലാ മെറ്റീരിയൽസിന്റെ കൂടെയാണ്? അല്ല, ഇത് ഡിഫറെന്റ് ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് അതിന്റെ എക്സാമ്പിൾ പറയുന്നുണ്ട് മെർക്കുറി. മെർക്കുറി നിങ്ങൾക്ക് അറിയാം അല്ലെ? സിഡെക്സ് എന്താണ്? സിഡെക്സ് എന്ത് ഐറ്റം ആണ്? ഒരു ആന്റിസെപ്റ്റിക് ലിക്വിഡ്സിന്റെ ബ്രാൻഡഡ് നെയിം ആണ് സിഡെക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഫിനോയിലൊക്കെ കണ്ടിട്ടില്ല നിങ്ങള്? ഫിനോയില്, അങ്ങനെ ലോഷൻസുകള്, ആ കാറ്റഗറിയിൽ വരുന്നതാണ് സിഡെക്സ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് ആന്റിസെപ്റ്റിക് ലിക്വിഡിന്റെ ബ്രാൻഡഡ് നെയിം ആണ് സിഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെല്ലാം തന്നെ ഡേഞ്ചറസ് മെറ്റീരിയൽസിന്റെ സ്റ്റോറേജിൽ വരുന്നതാണ്. വോളറ്റൈൽ, ഈസിലി ഇവാപറേറ്റഡ് അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ. എന്താണ് വോളറ്റൈൽ എന്ന് പറയുന്നത്? വോളറ്റൈൽ അതായത് നമ്മൾ ചില മെറ്റീരിയൽസ് നോർമൽ ടെമ്പറേച്ചറിൽ ഇരുന്നാൽ എന്ത് സംഭവിക്കും? അത് ഇവാപറേറ്റ് ചെയ്ത് പോകാറുണ്ട് അല്ലെ? ചില മെറ്റീരിയൽസ് അങ്ങനെ നമ്മൾ സാധാരണ ടെമ്പറേച്ചറിൽ നമുക്ക് സൂക്ഷിക്കാൻ പറ്റില്ല. അതാണ് വോളറ്റൈൽസ് മെറ്റീരിയൽസ്. അതായത് നോർമൽ ടെമ്പറേച്ചറിൽ ഇരുന്ന് പോലും അതിവേഗം വാതകമായിട്ട് മാറുന്ന, അതിവേഗം തന്നെ അത് വാതകമായിട്ട് മാറുന്ന സാധനങ്ങൾ. അതായത് നമ്മുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ക്ലോറോഫോറോ ഒക്കെ ഇല്ലേ? ക്ലോറോഫോറും അതേപോലെ തന്നെ ആൽക്കഹോളൊക്കെ, സ്പിരിറ്റ്, ഇതൊക്കെ എന്താണ്? വോളറ്റൈൽ ഐറ്റംസിൽ ഉൾപ്പെടുത്തുന്നതാണ്. അതായത് നോർമൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിൽ മാത്രം അത് ഇരിക്കുള്ളൂ. അതായത് നോർമൽ ടെമ്പറേച്ചറിൽ നിന്ന് അത് വാതകമായി മാറും. അപ്പൊ ഇതെല്ലാം തന്നെ നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇതൊന്നും തന്നെ നമുക്ക് ഒരുമിച്ച് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കില്ല. ഇപ്പൊ ഇൻവെന്ററിയിൽ നമ്മൾ സാധനങ്ങൾ സ്റ്റോർ ചെയ്യുമ്പോൾ ആദ്യം ബൾക്ക് സ്റ്റോറേജിന് വേറെ ഐറ്റംസ്, വേറെ
വേറെ ഏരിയാസ് ആയിരിക്കും. ഷെൽഫ് സ്റ്റോറേജ് വേറെ ആയിരിക്കും. ബിൻ സ്റ്റോറേജിലാണ് നമ്മൾ ബോക്സുകളും മറ്റു ഐറ്റംസ് സൂക്ഷിക്കുന്നത്. ടെക്നിക്കൽ സ്റ്റോറേജ് എന്ന് പറയുന്നത് ഫ്രിഡ്ജ് വരാം, കമ്പ്യൂട്ടേഴ്സ് വരാം, അല്ലെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാം അതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇവാപറേറ്റിംഗ് ലിക്വിഡ്സുകളുണ്ട്, സ്പിരിറ്റ് പോലുള്ള മെറ്റീരിയൽസ് നമ്മൾ സെപ്പറേറ്റഡ് ആയിട്ടാണ് സൂക്ഷിക്കുന്നത്. പിന്നെ ഡേഞ്ചറസ് മെറ്റീരിയൽസ് നമുക്ക് നിർബന്ധമായിട്ട് അറിയാം. പ്രത്യേകിച്ച് ഇതെല്ലാം തന്നെ ലേബൽ ചെയ്തിട്ടായിരിക്കും നമ്മളെല്ലാം ഇൻവെന്ററീസിലും ഇതെല്ലാം തന്നെ സ്റ്റോക്ക് ചെയ്ത്. ഓക്കെ, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സ്റ്റോറേജ് ഇൻ എ ഹോസ്പിറ്റൽ. ഓക്കെ, ആ 7 മെറ്റീരിയൽ ഒന്ന് വായിച്ചു നോക്കി, 7 സ്റ്റോറേജ് ഒന്ന് വായിച്ചു നോക്കി. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. ടൈപ്സ് ഓഫ് സ്റ്റോറേജ് ഇൻ ഹോസ്പിറ്റൽ. ഏതൊക്കെ ടൈപ്സ് ഓഫ് സ്റ്റോറേജ് ആണ് ഇനി വരുന്നത്? ഡ്രഗ് സ്റ്റോറേജ് ഉണ്ട്, സർജിക്കൽ സ്റ്റോറേജ് ഉണ്ട്, അനസ്തെറ്റിക് സ്റ്റോർസ്, കിച്ചൺ സ്റ്റോർസ്, ലിനൻ സ്റ്റോർസ്, ജനറൽ സ്റ്റോർസ്. ഇതൊക്കെ എന്തൊക്കെയാണെന്ന് അറിയാലോ. ഡ്രഗ് സ്റ്റോർസ് എന്ന് പറയുമ്പോൾ എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെഡിസിൻസ് ആണ് പറയുന്നത്. സർജിക്കൽ സ്റ്റോർ എന്ന് പറയുമ്പോൾ സർജറിയുമായി ബന്ധപ്പെട്ടുള്ള സർജിക്കൽ ടൂൾസ്, മെറ്റീരിയൽസ് ഒക്കെയാണ് വരുന്നത്. അനസ്തെറ്റിക് സ്റ്റോർസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരുമ്പോൾ അതിൽ അനസ്തെറ്റിക് ഗ്യാസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ മെറ്റീരിയൽസ്. കിച്ചൺ സ്റ്റോർസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡയറ്ററി സർവീസസുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ. ലിനൻ സ്റ്റോർ എന്ന് പറയുമ്പോൾ സ്റ്റോർസ് എന്ന് പറയുന്നത് ലോണ്ടറി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. ജനറൽ സ്റ്റോർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന മറ്റു പൊതുവായിട്ടുള്ള മെറ്റീരിയൽസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അങ്ങനെ ഈ രീതിയിലാണ് ഹോസ്പിറ്റലിനകത്ത് സ്റ്റോർസുകൾ വരുന്നത്. ഓക്കെ, 6 കാറ്റഗറി. ഓക്കെ, മനസ്സിലായോ? ലിനൻ എന്ന് വെച്ചാൽ നമ്മുടെ ബെഡ്ഷീറ്റ്സുകള്, ബെഡ് കവർ, ലാബ് കോട്ട്, കർട്ടൻസ്, സ്ക്രീനർ, ഇതൊക്കെയാണ് അതിൽ ലിനൻ സ്റ്റോർസിൽ വരുന്നത് കേട്ടോ. അറിയാവുന്നതാണ് എന്നെ വിശദീകരിച്ച് പറയാഞ്ഞത്. മനസ്സിലായില്ല ലിനൻ മെറ്റീരിയൽസ് എന്താണെന്ന്? നമ്മുടെ ലോണ്ടറി സർവീസസുമായി ബന്ധപ്പെട്ട സാധനങ്ങളാണ് കേട്ടോ. ഓക്കെ, യെസ്. ഇനി ഈ പറഞ്ഞ സ്റ്റോറുകളുടെയൊക്കെ ലൊക്കേഷൻ ഇത് എവിടെയൊക്കെ ആയിരിക്കണം സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ നോക്കുന്നത്. മാത്രമല്ല ഈ സ്റ്റോർസ് ഇതിന്റെയൊക്കെ ലൊക്കേഷൻ വരുമ്പോൾ അതിനെ അഫക്ട് ചെയ്ത അല്ലെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറുകൾ എന്തൊക്കെയാണെന്ന് കൂടി നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഓരോ സ്റ്റോറും നമുക്ക് ഇങ്ങനെ എല്ലാവരും ഒരേ രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. ഓരോന്നും ഡിഫറെന്റ് മെറ്റീരിയൽസ് ആയതുകൊണ്ട് അതിന്റെ ലൊക്കേഷൻസിന് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട്. അതിനാൽ തന്നെ അതിനെ ഡിറ്റർമിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. യെസ്, അതായത് സിമ്പിൾ ആയിട്ട് പറയുന്നത് ഹോസ്പിറ്റലിൽ സ്റ്റോർ വരേണ്ട ലൊക്കേഷൻസിനെ നിർണയിക്കുന്ന ഘടകങ്ങൾ, ഫാക്ടറുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ക്ലോസസ്റ്റ് ടു ദ യൂസർ. ക്ലോസസ്റ്റ് ടു ദ യൂസർ എപ്പോഴെങ്ങനെയായിരിക്കണം? ഏത് ഡിപ്പാർട്ട്മെന്റിനാണോ അതിന്റെ ആവശ്യം വരുന്നത് ആ ഡിപ്പാർട്ട്മെന്റിന്റെ തൊട്ടടുത്ത് തന്നെ ആയിരിക്കണം അതിന്റെ സ്റ്റോറേജ് വരേണ്ടത്. അല്ലെ, ശരിയാണോ? യെസ്, ഏത് ഡിപ്പാർട്ട്മെന്റിനാണോ ആ ഒരു മെറ്റീരിയൽ ഏറ്റവും കൂടുതൽ ആവശ്യം ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്ത് തന്നെ ആയിരിക്കണം, ആ യൂസർ ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്ത് തന്നെ ആയിരിക്കണം അതിന്റെ എന്ത് വരേണ്ടത്? സ്റ്റോറേജ് വരേണ്ടത്. Then future growth of diversification procedure. Future growth of diversification procedure. രണ്ടാമത് എന്താണ്? നമുക്ക് ചിലപ്പോൾ ഈ സ്റ്റോറുകൾ ഭാവിയിൽ നമുക്ക് ചിലപ്പോൾ എക്സ്പാൻഡ് ചെയ്യേണ്ടി വന്നേക്കാം അല്ലെ. ഇപ്പൊ ഹോസ്പിറ്റലിൽ മാറുന്നതിനനുസരിച്ചിട്ട് ഈ സ്റ്റോറേജ് ഒക്കെ എന്താണ് ചെറിയ ഏരിയാസ് ഒക്കെ ആയിട്ട് എടുക്കേണ്ടി നമുക്കത് പറ്റിയെന്ന് വരില്ല. അപ്പോൾ എപ്പോഴും എന്തെങ്കിലും സ്റ്റോറേജുകളുമായി ബന്ധപ്പെട്ട് അതിന്റെ ഏരിയാസ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം നമുക്ക് അത് പിന്നീട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഏരിയാസ് ആയിരിക്കും നമ്മൾ അവിടെ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, എക്സ്പാൻഡ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഭാവിയിൽ ഫ്യൂച്ചറിൽ ഉണ്ടാവേണ്ടി വന്നത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മൾ അതിന്റെ പ്രൊസീജിയേഴ്സും അല്ലെങ്കിൽ അതിന്റെ ഏരിയാസും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ദെൻ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം അവൈലബിലിറ്റി ഓഫ് വെഹിക്കിൾസ്. അവൈലബിലിറ്റി ഓഫ് വെഹിക്കിൾസ് എന്താണ്? ഓർഡർ ചെയ്ത വാഹനങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള അല്ലെങ്കിൽ ആ വാഹനങ്ങൾ കടന്നു വരുന്നതിനുള്ള എല്ലാ സൗകര്യം ആ സ്റ്റോറിന് ചുറ്റും ഉണ്ടായിരിക്കണം അല്ലെ. നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ആ സ്റ്റോറിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അതിന്റെ വെഹിക്കിൾസ് എല്ലാം തന്നെ കൃത്യമായിട്ട് നമുക്ക് എന്താണ് ആ വാഹനങ്ങൾ വരുന്നതിനുള്ള എല്ലാ തരം അവൈലബിലിറ്റീസ് അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, യെസ്. അതായത് പ്രത്യേകിച്ച് ഡ്രഗ് കൊണ്ടുവരാനും കൊണ്ടുപോകാനൊക്കെ പറ്റുന്ന രീതിയിൽ വെഹിക്കിൾ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ഏരിയാസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, പാർക്കിംഗ് ആൻഡ് അൺലോഡിങ്.
പാർക്കിംഗ് ആൻഡ് അൺലോഡിങ്. പാർക്കിംഗ് ആൻഡ് അൺലോഡിങ് എന്താണ്? വരുന്ന വാഹനങ്ങൾ നമുക്ക് കൃത്യമായിട്ട് പാർക്ക് ചെയ്യാനായിട്ടും അൺലോഡ് ചെയ്യാനായിട്ടും എല്ലാ ഫെസിലിറ്റീസും പറ്റുന്ന രീതിയിലായിരിക്കണം ഓരോ സ്റ്റോഴ്സിന്റെ ഏരിയാസ് വരേണ്ടത്. ഓക്കെ, കൃത്യമായിട്ട് പാർക്കിംഗ് ചെയ്യാനും അൺലോഡിങ് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും പറ്റുന്ന സ്പേസ് ആയിരിക്കണം എപ്പോഴും സ്റ്റോറിന്റേത് വരേണ്ടത്. ഓക്കെ, adequate turning spaces. Adequate turning spaces എന്താണ് adequate turning space എന്ന് പറയുന്നത്? നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എവിടെ വേണമെങ്കിലും ടേൺ ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പേസ് ആയിരിക്കും സ്റ്റോർ എന്ന് പറയുന്നത്, അല്ലെ? ഇത് കൺജസ്റ്റഡ് ആവാൻ പാടില്ല. നമുക്ക് അത്യാവശ്യം എന്ത് ചെയ്യാൻ പറ്റണം, ടേൺ ചെയ്യാൻ പറ്റുന്ന അഡിക്വേറ്റ് സ്പേസ്, മതിയായ രീതിയിലുള്ള സ്ഥല സൗകര്യങ്ങൾ അതിനകത്ത് ഓരോ മെറ്റീരിയൽസ് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക രീതിയിൽ അത് സജ്ജീകരിക്കുന്ന രീതിയിലുള്ള സ്പേസ് അതിനകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, കൺജസ്റ്റഡ് ആയിട്ട് മെറ്റീരിയൽസ് വെച്ചാൽ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും, അല്ലെ? അത്തരം സിറ്റുവേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അത്യാവശ്യം സ്പേസ് എടുത്തുകൊണ്ട് മെറ്റീരിയൽസ് സൂക്ഷിക്കുന്നത്. പിന്നെ നമുക്കറിയാം ഡേഞ്ചറസ് മെറ്റീരിയൽസ് സൂക്ഷിക്കുമ്പോൾ ഡേഞ്ചറസ് മെറ്റീരിയൽസ് വെക്കുന്ന സ്ഥലം പ്രധാനപ്പെട്ടതാണ്, അല്ലെ? അതിനടുത്ത് വരുന്ന മെറ്റീരിയൽസും അതിലും പ്രധാനപ്പെട്ടതാണ്. കാരണം അതുമായിട്ട് കമ്പെയിൻ ചെയ്യുന്ന മെറ്റീരിയൽസും, പ്രത്യേകിച്ച് ഡേഞ്ചറസ് ആയിട്ട് മെർക്കുറി പോലുള്ള മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട് മറ്റ് മെറ്റീരിയലുകൾ, അതായത് മറ്റ് ലോഹപദാർത്ഥങ്ങളൊന്നും കമ്പെയിൻ ചെയ്യാത്ത രീതിയിലായിരിക്കും അതിന്റെ ലൊക്കേഷൻ വരേണ്ടത്, അല്ലെ? അപ്പൊ പ്രത്യേകിച്ച് ഡേഞ്ചറസ് മെറ്റീരിയൽസ് സൂക്ഷിക്കുന്നതിന് അതിൻ്റെതായിട്ടുള്ള ഭാഗത്ത് മറ്റൊരു മെറ്റീരിയൽസും പ്രധാനമായിട്ടുള്ള മറ്റു വേറെ മെറ്റീരിയൽസ് അതിന്റെ അതിൽ പ്രധാനമായിട്ട് പാടുള്ളത്. ഓക്കെ, അതായത് ഡേഞ്ചറസ് മെറ്റീരിയൽസ് നമ്മൾ സേഫ് ആയിട്ട് സ്റ്റോർ ചെയ്യുക, അത്ര ഇവിടെ പറയുന്നില്ല കേട്ടോ. ഡേഞ്ചറസ് മെറ്റീരിയൽസ് എപ്പോഴും സേഫ് ആയിട്ട് പ്ലേസ് ആയിരിക്കണം സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ സേഫ്റ്റി, ആരുടെ സേഫ്റ്റി ആണ് ഉറപ്പുവരുത്തേണ്ടത്? നമ്മള് ആരുടെ സേഫ്റ്റി ആണ് ഉറപ്പുവരുത്തേണ്ടത്? അതിന്റെ സേഫ്റ്റിയാണ് ഉറപ്പുവരുത്തേണ്ടത്. സ്റ്റാഫുകളുടെ സുരക്ഷിതത്വം കൂടി നമ്മളിവിടെ ഉറപ്പുവരുത്തേണ്ടത്. ഏത് സ്റ്റോർ ആണോ വരുന്നത്, ഏത് സ്റ്റോർ ആണെങ്കിലും ആ സ്റ്റോറിലേക്ക് കയറുന്ന സ്റ്റാഫുകളുടെ സേഫ്റ്റി നമ്മൾ ഉറപ്പുവരുത്തേണ്ട കാര്യമാണ്. കാരണം അതാണ് പ്രത്യേകിച്ച് ഇപ്പൊ ഡേഞ്ചറസ് മെറ്റീരിയൽസ് കൈകാര്യം ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആവശ്യത്തിന് സ്പേസ് അതിനകത്ത് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. ഒരു കൺജസ്റ്റഡ് ഏരിയാസിൽ പോകുന്ന സമയത്ത് എന്താണ് പല രീതിയിലുള്ള ഡിഫിക്കൽട്ടീസ് അനുഭവപ്പെടാതിരിക്കാൻ, പ്രത്യേകിച്ച് ഡേഞ്ചറസ് മെറ്റീരിയൽസ് നമ്മൾ ആവശ്യാനുസരണം മതിയായ രീതിയിലല്ലാതെ സേഫ് ആയിട്ട് വെച്ചിരിക്കുന്നെങ്കിൽ എന്താണ് അതിൽ നിന്ന് പല അപകടങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്, അല്ലെ? പ്രത്യേകിച്ച് കത്തുന്ന സാധനങ്ങളൊക്കെ ആണെങ്കിൽ, കെമിക്കൽ പ്രൊഡക്ട്സ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ അപകട സാധ്യതകൾ കൂടിയുള്ളതാണ്. അപ്പോൾ നിർബന്ധമായിട്ട് സ്റ്റാഫുകളുടെ സുരക്ഷിതത്വം കൂടി ആ സ്റ്റോർ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുമ്പോൾ ആ ഒരു ഫാക്ടർ കൂടി നമ്മളോട് നിർബന്ധമായിട്ട് നോക്കേണ്ടതാണ്. ഓക്കെ, ഞാൻ അവിടെ സേഫ്റ്റി എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. മനസ്സിലായോ പിള്ളേരെ? മനസ്സിലായോ? യെസ്, അടുത്ത പോയിന്റ് അതുമായിട്ട് തന്നെ കണക്റ്റഡ് ആണ്. എന്താണ് ഇൻഫ്ലമബിൾ എന്ന് പറയുന്നത്? വലിയൊരു തീപിടുത്തം ഉണ്ടാകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ പോലും എന്താണ് അവിടെ നിന്ന് മാറാനുള്ള, അതായത് ജീവനക്കാർക്ക് എത്രയും പെട്ടെന്ന് അവിടെ മാറാനായിട്ടുള്ള എല്ലാ സേഫ്റ്റിയും ഉറപ്പുവരുത്തുന്ന രീതിയിലായിരിക്കണം ഓരോ സ്റ്റോർസും, പ്രത്യേകിച്ച് ഡേഞ്ചറസ് മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റോറേജുകൾ നമ്മൾ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, അല്ലെ? പെട്ടെന്ന് വേണമെങ്കിൽ ഒരു തീപിടുത്തം ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവും, പറയാൻ പറ്റില്ല, അല്ലെ? യെസ്, അപ്പോ ഒരു സ്റ്റോറിന്റെ ലൊക്കേഷൻസിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടറുകളാണ് നമ്മളിപ്പോ പഠിച്ചത്. ഒന്നുകൂടി പറയാം. ഒന്ന് നമ്മുടെ ഏതൊരു യൂസർ ഡിപ്പാർട്ട്മെന്റ് ആണ് അതിന്റെ തൊട്ടടുത്ത് തന്നെ ആയിരിക്കണം ഒരു സ്റ്റോറേജ് വരേണ്ടത്. ദെൻ പിന്നെന്താണ്, നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ, അതിന് വൈവിധ്യമാക്കണമെങ്കിൽ എന്താണ് അതിന് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്പേസ് കൂടി അറേഞ്ച് ചെയ്തിട്ടായിരിക്കണം നമ്മൾ അതിന്റെ സ്റ്റോറിന്റെ ലൊക്കേഷൻ വരേണ്ടത്. പിന്നെ വെഹിക്കിൾസിന് പെട്ടെന്ന് തന്നെ കയറാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ആഡിക്കേറ്റ് ആയിട്ട് പാർക്കിംഗ് ചെയ്യാനും അൺലോഡിങ് ചെയ്യാനായിട്ടുള്ള. ഒന്ന് ചെയ്തേ, ഞാൻ പറയാം കേട്ടോ, മെസ്സേജ് വന്നു. ആഡിക്കേറ്റ്സ് പോകാതില്ലേ? ഓക്കെ, adequate ടേണിംഗ് സ്പേസ് ഉണ്ടായിരിക്കണം. ഡേഞ്ചറസ് മെറ്റീരിയൽസ് സൂക്ഷിക്കുന്നതിന് ഒരു പ്രത്യേകത ഉണ്ടായിരിക്കണം. സേഫ്റ്റി ഉറപ്പുവരുത്തണം. പ്രത്യേകിച്ച് ഫ്ലമബിൾ പോലുള്ള സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അതെല്ലാം സുരക്ഷിതമാക്കുന്ന രീതിയിലായിരിക്കണം ഓരോ സ്റ്റോർസിന്റെ ലൊക്കേഷൻ വരേണ്ടത്. ഓക്കെ, മനസ്സിലായോ?
അടുത്ത ക്ലാസ്സിലെ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് ക്ലാസ് നീട്ടിയെടുത്താൽ നിങ്ങൾ ഇരിക്കോ? എക്സ്റ്റെൻഡ് ചെയ്ത് ക്ലാസ് കുറച്ചു നേരം ഇപ്പൊ പോർഷൻ തീരാണ്ട് വന്നാല് എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു ഹാഫ് ആൻ അവർ കൂട്ടി എടുത്താൽ നിങ്ങൾ ഇരിക്കുമെന്ന് ക്ലാസ്സില്? ഇരിക്കൂല എന്ന് പറയാൻ പറ്റില്ലല്ലേ അല്ലെ? ഓക്കെ, പോർഷൻ തീർന്നില്ലെങ്കിൽ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചിലപ്പോൾ ചെയ്യും. അപ്പൊ അതൊന്നും സഹായിക്കണം കേട്ടോ. നമ്മുടെ ഈ ചാപ്റ്റർ ഭയങ്കര വലുതായതുകൊണ്ട് ഇങ്ങനെ പോകുന്നത്. ഓക്കെ, അത് വരെ എടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഇൻവെന്ററി കൺട്രോൾസിൽ നമ്മൾ സൂചിപ്പിക്കുന്ന റെക്കോർഡുകൾ ഏതൊക്കെയാന്നൊക്കെയാണ് നമ്മൾ പഠിക്കാനുള്ളത്. എളുപ്പമാണ്, ഇങ്ങോട്ടൊന്നും വലിയ കുഴപ്പമില്ല. ടൂർ വളരെ നല്ലായിരുന്നു കേട്ടോ. ടൂറ് ഏറ്റവും നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്തു. ഏറ്റവും നല്ല അനുഭവങ്ങൾ, ഏറ്റവും നല്ല സ്വീറ്റ് മെമ്മറീസ്, ഒരിക്കലും മറക്കാൻ പറ്റില്ല. സ്റ്റേ ചെയ്യുമ്പോൾ നമ്മൾ വേറൊരു സുഖം. വൺ ഡേ പോകുന്ന പോലെയല്ല സ്റ്റേ ചെയ്യുമ്പോൾ. പ്രത്യേകിച്ച് ആ ഒരു അറ്റ്മോസ്ഫിയർ. ഞങ്ങൾ വട്ടവടയിലായിരുന്നു. അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് എനിക്കതിങ്ങനെ ഫീൽ ചെയ്തിരിക്കാനാണ് രസം. പറയുമ്പോൾ അതിന്റെ ഒരു അത്ര രസമുള്ള ട്രിപ്പായിരുന്നു. അവിടുത്തെ ഒരു തണുപ്പും ഒരു കാഴ്ചകളും അല്ലേ? കാഴ്ചകളും മനസ്സിന് ഭയങ്കര ഏത് സന്തോഷം. നിന്നേ? ഇപ്പോഴും ഞാൻ പേര് മറന്നു അതിന്റെ. ഫ്രണ്ട്സ് അല്ല, ഇവിടെ നമ്മള് കുറച്ച് ടീച്ചേഴ്സ്, പിന്നെ ഇവിടെ നമ്മൾ ടെക്നിക് കഴിയുമ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് പേര് മാത്രമായിട്ട് വരും. അഡ്വാൻസ്ഡ് ഈദ് മുബാറക് കേട്ടോ. നിങ്ങൾക്ക് നാളെ ഒഴിവാണല്ലേ? ഞങ്ങൾക്ക് ഒഴിവാണ്. നിങ്ങൾക്ക് നാളെ വരണം. എനിക്ക് നാളെ ഇവിടെ വരണം. ക്ലാസ് എടുക്കണ്ട. പിന്നെ ബാക്കി വർക്ക്സ് ഉണ്ടാവും, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എഴുതാനും പരീക്ഷകളൊക്കെ നടക്കുന്നുണ്ട് വേറെ ബാച്ചസിന്റെ ഉണ്ടാവും. മറ്റന്നാളും വരണോ? മറ്റന്നാള് ചിലപ്പോ അത് ഇൻഫർമേഷൻ വന്നിട്ടില്ല. നിങ്ങൾക്ക് ഇങ്ങനെ 2 ദിവസം വന്നിട്ടുണ്ടോ? വ്യാഴവും വെള്ളിയും വ്യാഴവും. എന്തൊരു സന്തോഷം നോക്കി ക്ലാസ് ഇല്ലാന്ന് പറയുമ്പോ. ചേച്ചി ഇവിടുന്ന് പോയോ? നാട്ടിൽ നിന്ന് പോയോ? ഇല്ല, ഞാൻ 6-ാം തീയതിയാ പോണേ. പക്ഷെ ഇന്നത്തോടെ ക്ലാസ് തീരുന്ന തോന്നണേ. ഇന്നാണോ നാളെയാണോ അവസാനിക്കും? ഒരു ദിവസം ഇന്ന് വരാൻ പറഞ്ഞല്ലേ? ഇവിടെ അടുത്തല്ലേ? വരണമെന്നുണ്ട്. പോണേക്ക് മുമ്പ് പോവാം. ഓക്കെ, എവിടെയായിരുന്നു പറഞ്ഞപ്പോ ഞങ്ങളൊന്നും വന്നോളാം. അടുത്ത പീരീഡ് ഇംഗ്ലീഷ് അല്ലേ? അശ്വതി മിസ്സിന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ല. അശ്വതിന്റെ അമ്മയ്ക്ക് സർജറി ആയിരുന്നു, അതുകൊണ്ട് അശ്വതി വന്നില്ല. ഞങ്ങൾ ഒരുമിച്ച് പ്ലാൻ ചെയ്ത ട്രിപ്പായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് സർജറി വന്നത്. അശ്വതി ആ പ്ലാനിൽ നിന്നും പിന്മാറി. പക്ഷെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അശ്വതി ഇല്ലാഞ്ഞിട്ട്. കുറവായിരുന്നു. അതൊരു വല്ലാത്തൊരു ട്രിപ്പായി പോയാന. അപ്പൊ ഒട്ടും മറക്കൂലായിരുന്നത്. മരിച്ചാലും മറക്കൂല എന്ന് പറഞ്ഞ പോലത്തെ ട്രിപ്പായി പോയാനാ മാമും കൂടി ഉണ്ടായിരുന്നെങ്കിൽ. അതെ, ഞങ്ങള് അങ്ങനെയാണ്. ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളും ഒരുമിച്ചാ പോവാൻ. അത് ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് പോയത്. എങ്ങനെയുണ്ട് ആളുടെ അമ്മക്ക്? എങ്ങനെയുണ്ട് ഇപ്പൊ? അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല, ഡിസ്ചാർജ് ആയി, പ്രശ്നമൊന്നുമില്ല, ഓക്കെയാണ്. പക്ഷെ ഞങ്ങൾ അടുത്തൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അടുത്തത് ഇനി കുറച്ചുകൂടി കേരളം വിട്ടുപിടിക്കണം. കേരളം വിട്ട് പിടിക്കണമെങ്കിൽ ഇനി സെപ്റ്റംബർ ഒക്കെ ആയിട്ട് മതി. മഴയത്ത് പോവാൻ പ്രത്യേക രസം. സീജ അപകടം ഉണ്ടാവും, കാര്യമില്ല. നമ്മുടെ നാട്ടിൽ മാത്രം മഴയുള്ളൂ. അതെ അതെ അതെ. നോർത്തിലേക്ക് ചെന്നാ കൊടും ചൂടാണ്. അല്ലെങ്കിൽ പിന്നെ കാശ്മീരിനൊക്കെ പോയാൽ നല്ലതാ. അത്രയും പൈസയൊന്നുമില്ലല്ലോ കാശ്മീരിലൊന്നും പോകാനായിട്ട്. ആയിട്ടില്ല, ഞങ്ങൾ വളർന്നിട്ടില്ല, വളർന്നോണ്ടിരിക്കല്ലോ. നിങ്ങൾ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്തായിരുന്നോ? കുറച്ചുപേര് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. എന്താ? ഇൻസ്റ്റയില് ഫോളോ ചെയ്തിട്ടുണ്ടോ സീജ? ഇല്ല. നന്നായി ഫോളോ ചെയ്ത് ഞങ്ങളൊന്ന് കാണണം തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് നേരിട്ടൊക്കെ ആഗ്രഹമുണ്ട്. കാണണമെന്നുണ്ട്. കണ്ട കുട്ടികളൊക്കെ മെസ്സേജ് അയച്ചു. ഞാനിപ്പോ 2 മാസം ഇവിടെ വന്നിട്ട് ഞാൻ ആകെ കൂടെ, എന്റെ അമ്മ വീട് തൃശ്ശൂരാണ്, എല്ലാവരും തൃശ്ശൂരാണ്. ആകെ കൂടെ 2 തവണയാണ് ഞാൻ തൃശ്ശൂർ പോയത്. മറ്റത് വന്നു കഴിഞ്ഞാൽ തൃശ്ശൂർക്ക് ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് ഞാൻ. അപ്പൊ ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. ഇനിയിപ്പോ എന്താ നമ്മ വെള്ളിയാഴ്ചയാണ് അല്ലെ?
2 ദിവസം ഇല്ല. വെള്ളിയാഴ്ച ചിലപ്പോഴേ ഉണ്ടാവും, ഞാൻ ലീവ് ആയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയാണ് അശ്വിനി സാരി എടുക്കുന്നത് കേട്ടോ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു.